എടാ മാം വന്നിട്ട് സ്റ്റാർട്ട് ചെയ്താ പോരെ? അത് മതി. അല്ലേ നമ്മള് സൈനിങ് ചെയ്യണ്ടേ? മാമിനെ അല്ലേ വെൽക്കം ചെയ്യേണ്ടത്? മാം ഇല്ലാതെ എങ്ങനെ വെൽക്കം ചെയ്യും? എന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ആഡ് ചെയ്യൂ. ആരാണ് അഡ്മിൻ? ഹലോ, പറഞ്ഞോട്ടെ. ആരാ രാമചന്ദ്രൻ. എന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാമോ? ആരാണ്? രഞ്ജിനി. ആ, 9656. ഹലോ, ഇതിപ്പോ റെക്കോർഡഡ് ആവില്ലേ? അപ്പോ ഞാൻ നമ്പർ ഇതിൽ പറയണ്ടെന്ന് വെച്ചാൽ എല്ലാരും കാണുന്ന ക്ലാസ് അല്ലേ നമ്മളാ. അതെ റെക്കോർഡഡ് ആവില്ലേ? പ്രശ്നവും അത് അങ്ങനെ പറയണ്ട. നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടാ മതി. മെസ്സേജ് ഇട്ടാ മതി. മെസ്സേജ് ഇട്ടാ മതി. മെസ്സേജ് റെക്കോർഡഡ് ആവില്ല. എനിക്ക് മെസ്സേജ് അയക്കാനായിട്ട് നമ്മൾ മെസ്സേജ് അയക്കാം. എനിക്ക് ഇതിൽ തന്നെ ടൈപ്പ് ചെയ്തിട്ടാ മതി. ഡോണ്ട് വറി, ഞാൻ ഗ്രൂപ്പിൽ നിന്ന് കണ്ടുപിടിച്ചോളാം കേട്ടോ. മെയിൻ ഗ്രൂപ്പിൽ നിന്ന് കണ്ടുപിടിച്ച് ചെയ്തോളാം. പേര് അടിച്ചിട്ടുണ്ടോ നമ്പറിന് നേരെ? ഇല്ല, ഇല്ല. ഞാൻ നോക്കട്ടെ. അല്ലെങ്കിൽ എടാ ആർക്കെങ്കിലും പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിടടാ. എനിക്ക് ആരും നമ്പർ ഇല്ല എന്റെ കയ്യിലേ. ഫുൾ നെയിം എന്താടാ? രഞ്ജിനി രാമചന്ദ്രൻ. ഓക്കെ, ഞാൻ ആഡ് ചെയ്തോളാം. എന്റെ അടുത്തുണ്ട് നമ്പർ. ആ ഗ്രൂപ്പിൽ നിന്ന് എന്നെ ജോയിൻ ചെയ്തതേ. അത് കാരണം കൊണ്ട് എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യമൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ കുറച്ച് ക്ലാസ് മിസ്സും ആയി, അതുകൊണ്ട് അറിയാൻ പറ്റാതിരുന്നത്. ആ ഗ്രൂപ്പിൽ തന്നെ ആരെങ്കിലും നമ്പറിലോട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മാം. Good morning, ma'am. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. Okay, very good morning. Good morning. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പ്രേയർ ചെയ്തിരുന്നോ? നോ മാം. എല്ലാവരും പേഴ്സണൽ ഗ്രൂപ്പിലേക്കൊക്കെ ആഡ് ആയോ? ഇല്ല മാം, ഞാൻ ആഡ് ആയിട്ടില്ല. എന്തെന്നെ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനത് കേട്ടോണ്ടാണ് ക്ലാസ്സിലേക്ക് കയറി വന്നത്. ഓക്കെ, രഞ്ജിക്ക് രാവിലെ എന്നെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാർത്തിക ആയതുകൊണ്ടാണോ? ഇല്ല, പോയില്ല. ഇന്നലെ പോയതിന്റെ കൊച്ചിന് തൊട്ട് കൊടുത്തപ്പോ. ഏതമ്പലം? വീടിനടുത്ത് ഏത് അമ്പലമുള്ളത്? ദേവീക്ഷേത്രാണ്. ഉണ്ട്, വൈകിട്ട് പോണം. പട്ടിമറ്റം, മൂവാറ്റുപുഴ റൂട്ട്. വീഡിയോ ഓൺ ആയിട്ട് കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അതെ, ഇത്രയും ദിവസം ഒന്നും കേറാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായില്ല. ഇന്നലെ സുബിൻസിന്റെ ക്ലാസ് കേട്ട് കുറെ ഞങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് തന്നു. അപ്പൊ ഇന്ന് ഞാൻ ഓർത്ത് തന്ന വീഡിയോ അതിൽ ഓൺ ചെയ്ത് കാണാം. ഇങ്ങനെ കാണാതിരിക്കുന്ന എന്തിനാ? അങ്ങനെ പേടിച്ചു നിന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം വീഡിയോ ഓൺ ചെയ്യുമ്പോൾ ഞാനൊന്ന് മോട്ടിവേറ്റഡ് ആവും. ഒരാളെങ്കിലും കാണാനോ. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പ്രൊഫൈലിൽ ഇങ്ങനെ കണ്ട് അങ്ങനെ അങ്ങ് പോകും. എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം ക്ലാസ് അപ്പൊ നല്ലതല്ല. അപ്പോഴും ക്ലാസ് ഓക്കെയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഇന്നലെ വീഡിയോ ഓൺ ചെയ്തു മാം. ഇന്നലെ കോൺഫിഡൻസ് വന്നു ഞങ്ങൾക്ക്. നമ്മള് പേഴ്സണലി ഓൺ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ ഓൺ ചെയ്യണ്ട കേട്ടോ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, മാൻഡേറ്ററി ഒന്നുമില്ല. പിന്നെ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് നിങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം. കാരണം കോൺവെക്കേഷൻ ആരും മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ് ആവും. കാരണം നമ്മൾ ശബ്ദം മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. ചിലര് പക്ഷെ ശബ്ദം ഒരു യുണീക്ക് ആയതുകൊണ്ട് അവർ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മളുടെ ഇതിനകത്തൊരു ടീച്ചർ ഉണ്ടല്ലോ, സുധ ടീച്ചറുടെ ശബ്ദം ഈ ബാച്ചിലല്ലേ? ഒരു സ്കൂളിലെ സുധ ടീച്ചർ ജോയിൻ ആവാൻ പറ്റില്ലായിരിക്കും, കാരണം സ്കൂളിൽ വർക്കിംഗ് ആയതുകൊണ്ട്. ടീച്ചറുടെ ശബ്ദം വളരെ
അല്ലെ ഈ ക്ലാസ്സിൽ? ഇടയ്ക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. ഇടയ്ക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കും. അതെ, പക്ഷെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എല്ലാരും കേൾക്കുന്നുണ്ട്. നല്ല ബിസിയാണല്ലോ. അതെ അതെ, ടീച്ചർ നമുക്ക് ശരിക്കും ഒരു അസറ്റ് ആണ്. കാരണം ടീച്ചർക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുപോലെ ടീച്ചർമാർ ഇവിടെ കാണും. ഓക്കെ നൂറിഷ, വെരി നൈസ് ടു മീറ്റ് യു. താങ്ക് യു മാം. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് പ്രേയർ. കൊച്ചുണ്ട്, അപ്പൊ ഇവൻ ഇവിടെ കിടന്ന് ഒച്ചപ്പാടായിരിക്കും. അപ്പൊ അതൊക്കെ കാരണം കൊണ്ടാണ് പിന്നെ കൂടുതലും ഇങ്ങനെ റെക്കോർഡും ആക്കി ഇടാത്തത് ചില Okay, സമയത്ത്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കുട്ടി അവൻ എത്ര അംഗൻവാടിയിൽ വയസ്സുണ്ട്? പോകില്ല. 3 വയസ്സ്. കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 3 വയസ്സ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇട്ടിട്ട് കുറച്ച് ദിവസമായി. അതുകൊണ്ട് ഇവരെ ഞാൻ ക്ലാസ് കാണുമ്പോൾ ഒച്ചെടുക്കുന്നത്. അത് ശരി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മാം. പ്ലീസ്. Good morning, ma'am. Good morning, friends. I am Binsha. I am the coordinator of today's class. Have a nice day all. എന്നത്തെയും പോലെ നമുക്ക് ഇന്നും ഒരു പ്രാർത്ഥനയോട് കൂടി ആരംഭിക്കാം. പ്രയർ ചൊല്ലാനായി ബിൻസിയെ ക്ഷണിക്കുന്നു. Good morning, teacher. Good morning, friends. I am Bensi from Pathanamthitta. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാം. വിജ്ഞാനമേകും നിറകതിർത്തൂകാൻ കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. താങ്ക് യു. താങ്ക് യു ബിൻസി. സൈൻ ഇൻ ചെയ്യാനായി നൂരിഷായെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്ന ജിഷ മിസ്സിനെയും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു നൂരിഷ. പോസിറ്റീവ് ചിന്തകൾ എപ്പോഴും നമുക്ക് പോസിറ്റീവ് മൈൻഡ് നൽകുന്നു. നല്ലൊരു തോട്ട് പറയാനായി മിന്നുമോളെ ക്ഷണിക്കുന്നു. Good morning, Miss, and good morning, friends. I am Innumol from Malakthi. Today's thought is, the happiness of your life depends upon the quality of your thoughts. സന്തോഷം നിങ്ങളുടെ ചിന്തകളുടെ ഗുണനിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. Never stop learning because life never stop teaching. Thank you. ഓക്കെ, വൺസ് അഗെയിൻ എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മള് ക്ലാസ് തുടങ്ങുന്നത് ഒരു ചെറിയൊരു ഡിബേറ്റ് അല്ല, ഡിസ്കഷൻ. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഡിബേറ്റ് പോസിബിൾ അല്ല. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ 2 ടീമായിട്ടൊക്കെ തിരിഞ്ഞിട്ട് ചെയ്യാണ്. നിങ്ങളുടെ വ്യൂസ് പറഞ്ഞാൽ മതി. പറയാൻ താല്പര്യമുള്ളവര് മൈക്കൊന്ന് ഓൺ ചെയ്ത വ്യൂസ് പറഞ്ഞാൽ മതി. സിംഗിൾ ചൈൽഡ് ആണോ അതോ മോർ ദാൻ 1 ചൈൽഡ് ആണോ നല്ലത്? More than one child. മോർ ദാൻ വൺ ചൈൽഡ്. എന്തുകൊണ്ടാണ് അതിന് കാരണം എന്നുള്ളത് ഓരോരോ ആൾക്കാരായിട്ട് പറയൂ. യെസ് സുജിത, ഗുഡ് മോർണിംഗ്. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് 3 കുട്ടികളാണ്. മൂത്താള് 2 പെൺകുട്ടികളാണ്. ഇളയാള് LKG-യിലും മൂത്താള് 8-ലും 6-ലാണ്. അപ്പൊ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങളെ വീട്ടിൽ ഫാമിലിയിൽ വേറെ ആരുമില്ല. സത്യം പറയില്ല, ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പിന്നെ വീട്ടില് എന്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നിട്ട് തളർന്നിട്ടിരിക്കുന്നു. അപ്പൊ എന്റെ മോനെ പ്രഗ്നന്റ് ആയിരുന്നു, പ്രസവിച്ചൊക്കെ ഇരിക്കുമ്പോൾ വേറെ ആരും ഉണ്ടായില്ല നോക്കാനായിട്ട്. ഹസ്ബൻഡ് പിന്നെ നോക്കിയിരുന്നത് ഇവര് പിള്ളേര് മൂത്തോരാണ്. ഒരു സെക്കൻഡ്, രഞ്ജിനി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? മ്യൂട്ട് ആയില്ല. ആയി, ഓക്കെ, താങ്ക് യു. രേവതി പറഞ്ഞു.
അപ്പൊ അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമിൽ കുട്ടീനെ നോക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. അപ്പൊ മൂത്ത രണ്ടുപേരെ അവരാണ് അവനെ നോക്കിയിരുന്നത്, ചെറിയ ചെറിയ ആളെ നോക്കിയിരുന്നതും. ഇപ്പോഴും സ്കൂളിൽ പോണ അവന് കുറച്ച് കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ പറ്റി. LKG പോണതിന് മുമ്പ് അവര് ഇങ്ങനെ പഠിക്കണത് കേട്ടിട്ട് ആൾക്കത് പറഞ്ഞു പഠിക്കാനായിട്ട് കഴിഞ്ഞു. പിന്നെ അവര് ചെയ്യണ കാര്യങ്ങളായാലും കണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഹെൽപ്പാണ്. നമുക്കൊരു വയ്യാതിരിക്കുമ്പോൾ പോലും ചെറിയ ആളെ നോക്കാണ്ടിരിക്കാനായിട്ടായാലും അങ്ങനെ ഒരു വലിയ, എനിക്ക് തോന്നുന്നു മോർ ദാൻ ചൈൽഡ് ആണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. ഒരു കാര്യം രേവതി ഒറ്റ കുട്ടിയാണോ? ഇല്ല, എനിക്കൊരു ബ്രദർ ഉണ്ട്. ബ്രദർ മാരേജ് കഴിഞ്ഞിട്ടില്ല. ബ്രദറുമായിട്ട് ഇപ്പൊ കണക്ഷൻ ഉണ്ടോ? കണക്ഷൻ ഉണ്ട്. മാരേജ് എന്ന് വെച്ചാൽ അറേഞ്ച് മാരേജ് തന്നെയാണ്. പക്ഷെ എന്റെ അമ്മയ്ക്ക് പിന്നെ എന്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് സ്ട്രോക്ക് ഒന്ന് തളർന്നു. പിന്നെ വേറെ ആരും ഉണ്ടായില്ല. ഹസ്ബൻഡിന്റെ അമ്മയ്ക്കും വയ്യാതെ കുറച്ച് പ്രായതാണ്. പിന്നെ ഹസ്ബൻഡ് തന്നെയാണ് ഡെലിവറി കഴിഞ്ഞപ്പോ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതും. ഈ കുട്ടികൾ മൂത്ത പിള്ളേർ തന്നെയാണ് ഞാൻ ചെറിയ ചെറിയ ആളെ നോക്കിയിരുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അതാണ് ഞാൻ പറയാം, എനിക്കോ എന്റെ മൈൻഡിൽ വെച്ചിട്ട് മോർ ദാൻ ചൈൽഡ്. പിന്നെ എന്റെ വീട്ടിൽ ഞാനും എന്റെ ഒരു ബ്രദർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും, വേറൊരു സിസ്റ്ററും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അമ്മയ്ക്ക് വയ്യാണ്ടാവുമ്പോൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ, എനിക്ക് പറ്റാതാവുമ്പോൾ പോയി നോക്കാനൊക്കെ പറ്റുമായിരുന്നു തോന്നിയിട്ടുണ്ട്. ഓക്കെ രേവതി, പ്ലീസ്. ഇനി ആരാ? ഹലോ മാം, ഗുഡ് മോർണിംഗ്. സുബൈറ. ജുബി ജുബി. ഓക്കെ. എന്റെ വീട്ടിൽ ഞങ്ങൾ 3 പിള്ളേരായിരുന്നു. ഞങ്ങൾ 3 പെൺകുട്ടികളായിരുന്നു. അപ്പൊ ഒരു കുട്ടിയും കൂടെ, ഒരു ആൺകുട്ടീനെ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി. ഒരു ആൺകുട്ടിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഞങ്ങൾ 3 പേരാണ്. എനിക്ക് 2 പിള്ളേരാണ്. പക്ഷെ എനിക്ക് ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. മൂത്തവനിക്ക് 1 വയസ്സാവണേക്കും പെണ്ണുണ്ടായിരുന്നു. പക്ഷെ അത് അബോർഷനായിട്ട് പോയി. പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു വരുന്നവര് വേണമെന്ന്. ഇഷ്ടമൊന്നുമില്ല, പക്ഷെ എല്ലാം അവസാനിപ്പിച്ചു. പിള്ളേരെ കാണുമ്പോ ഞാൻ ഇപ്പോഴും പോകുമ്പോ ഞാൻ പറയും, അയ്യോ അതുപോലത്തെ ഒരെണ്ണം കൂടെ വേണമായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് പറയും, എന്തേ കാര്യം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഹസ്ബൻഡിന്റെ ഉമ്മാക്ക് ആൾക്ക് നോക്കാനൊന്നും വയ്യ. ആൾക്ക് ഇത്തിരി പ്രായമായതാണ്. അവർ ഇനി എന്നെ കൂടെ വയ്യ, ഇനി നോക്കാനൊക്കെ ഇത്രയൊക്കെ മതി. ഒരാൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അപ്പൊ അതുമ്പോ സമാധാനിപ്പിച്ചാ മതി. അപ്പൊ അങ്ങനെ പറയായിരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എന്റെ അഭിപ്രായത്തില് മോർ ദാൻ 1 ചൈൽഡ് ആണ് നല്ലത്. കാരണം അവർക്ക് ഷെയറിംഗ് കപ്പാസിറ്റി കൂടുതൽ ഉണ്ടാവും. നമ്മള് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് ആദ്യത്തെ കുഞ്ഞുങ്ങൾക്കുള്ള വസ്ത്രങ്ങളും മറ്റും അവരുമായിട്ട് ഷെയർ ചെയ്യുക, ടോയ്സ് ഷെയർ ചെയ്യുക. അപ്പോൾ അവർ ഷെയറിംഗ് കപ്പാസിറ്റി പഠിക്കും. നമ്മളിപ്പോൾ ഒരു ഭക്ഷണ സാധനം കിട്ടിയാലും ചേച്ചിക്ക് കൊടുക്കുക എന്ന് പറയാറുണ്ട് നമ്മള്. അപ്പൊ എനിക്ക് 2 മക്കളാണ്. 2 ഇതേപോലെ ഒന്ന് അബോർഷനായി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് 4 കുട്ടികൾ വേണമെന്നായിരുന്നു. പക്ഷെ നമ്മള് 2 പേരുണ്ട്. ഒരാൾ 5ാം ക്ലാസ്സില്, ഒരാള് 3.5 വയസ്സ്. അപ്പൊ ഷെയറിംഗ് കപ്പാസിറ്റി, അതുപോലെ വീടിനൊരു അനക്കവും ഒച്ചയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിലാണ് നമുക്ക് അത് പറ്റുള്ളൂ. കാരണം കുട്ടികൾ, എന്റെ ഹസ്ബൻഡ് ഒറ്റ മകനാണ്. സോ ആൾക്ക് അതിൻ്റെതായിട്ടുള്ള വേറെ കൂട്ടുകാരൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഒരു സ്വന്തം കൂടപ്പിറപ്പില്ല എന്നുള്ളൊരു ഒരു വിഷമം, പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇത് എല്ലാവരും നല്ല സ്നേഹത്തിലാണ് കാണുന്നത്, കസിൻസിനെയൊക്കെ ആണെങ്കിലും. അപ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം ആൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഒരു അസുഖം വന്നാലും ഞങ്ങളല്ലാണ്ട് വേറെ ആരും ഉണ്ടാവാറില്ല. ഞങ്ങൾ മാത്രമേ അമ്മയുടെ കൂടെ നിൽക്കാനായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ആളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുവാനും, അതുപോലെ ഷെയറിംഗ് കപ്പാസിറ്റി കൂടുവാനും, അതുപോലെ തന്നെ കുട്ടികൾ ഒരു ഒച്ച അനക്കം ഒക്കെ ഒരു വീടാവണം എന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ കുറച്ചധികം, അതായത് ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ വീട്ടിലെപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് എന്റെ ഒരു അഭിപ്രായം പറയാനുള്ളത്. ഓക്കെ, ദിവ്യശ്രീ എന്തോ പറയാം. ഓക്കെ, പ്ലീസ്. എനിക്ക് ഒരു കുട്ടിയുള്ളൂ. ആദ്യം തോന്നിയിരുന്നില്ല. ഇപ്പൊ എന്റെ മകൻ വലിയ കുട്ടീന് 22 ഇയറായി. അപ്പൊ അവൻ പഠിക്കാൻ പുറത്തു പോയപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നെങ്കിൽ. മകന് തോന്നിയിട്ടുണ്ടോ? മകന് എനിക്കൊരു സിബ്ലിംഗ് വേണം, എനിക്കൊരു അനിയനെ വേണം, അല്ലെങ്കിൽ അനിയത്തെ വേണം, മോന് തോന്നിയിട്ടുണ്ട്? മകനോട് ഇല്ല. അവൻ എപ്പോഴും പറയുമ്പോ ഞാൻ മതി മമ്മി എന്ന് പറയും.
എല്ലാവർക്കും പകരം ഞാൻ മതി. ഓക്കെ ഓക്കെ. അവന് ഫീൽ ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി സമാധാനം. നമ്മളുടെ ഫീലിങ്സ് ഓക്കെ നമ്മൾ സംഭവം മാനേജ് ചെയ്യും. പക്ഷെ കുഞ്ഞുങ്ങളിൽ ചെറുപ്പത്തിലെ ആ ഒരു ഫീല് വന്ന് വലുതാവുമ്പോ അത് അവർക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു ലോസ് പോലെ അവർക്ക് ഫീൽ ചെയ്യും. ഓക്കെ ഫൈൻ. ഓക്കെ ദിവ്യശ്രീ, എനിക്ക് ബിൻഷയും ജ്യോതിയും ഓൺ ആക്കുന്നുണ്ടായിരുന്നു. ബിൻഷ പറഞ്ഞിട്ട് ജ്യോതിക്ക് പറഞ്ഞാൽ മതിയോ? ഓക്കെ മിസ്സേ, ഓക്കെ ഓക്കെ. ഓക്കെ, ബിൻഷ നേരത്തെ ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു. ബിൻഷ പ്ലീസ്. ഓക്കെ മാം, എൻ്റെ അഭിപ്രായത്തിൽ ഒന്നിൽ കൂടുതൽ കുട്ടികൾ വേണമെന്നാണ്. ഇപ്പൊ എൻ്റെ കാര്യത്തിൽ തന്നെ ആണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ 3 പേരാണ്. ഇതിനകത്തുള്ള നൂരിഷ എൻ്റെ സിസ്റ്ററാണ്. അതെ, ഞാൻ മാം. എന്റെ അനിയത്തിയാണ് ബിൻഷ. ഓക്കെ ഓക്കെ ഓക്കെ. ദാറ്റ്സ് വെരി നൈസ് ഫാമിലി. ഞങ്ങളുടെ ഒരാളും കൂടെ ഉണ്ട്, ഞങ്ങളുടെ ബ്രദറിന്റെ വൈഫ് ഉണ്ട് സൽമ. അത് അവള് ഈ ബാച്ചിൽ തന്നെ. സൽമയുണ്ടോ? സൽമ ജോയിൻ ആയിട്ടുണ്ടോ? ജോയിന ഉണ്ട്. അപ്പം എൻ്റെ മോക്ക് ഈയിടെ ഒരു ഹെർണിയയുടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇവിടെ ബെഡ് റെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അന്നേരം എനിക്ക് കൂടുതൽ അവിടെ കൂടി ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ മോനാണ് അവളെ കളിപ്പിക്കാനും അവിടെ കൂടി ഇരുന്ന് എന്തെങ്കിലും കളിപ്പാട്ടമൊക്കെ വെച്ച് അവിടെ കൂടി ഇരുന്ന് കളിക്കാനും അവളെ കെയർ ചെയ്യാനും ഒക്കെ അവനുണ്ടായിരുന്നു. ജസ്റ്റ് അവർ തമ്മിൽ ഇടി ഉണ്ടാക്കും, എന്നാലും എങ്കിലും അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. ഒരാൾക്ക് ഒരാളെ കാണാതിരിക്കാൻ പറ്റത്തില്ല. മോൻ എൻ്റെ വീട്ടിലോട്ട് അങ്ങനെ ഒരു ദിവസമൊക്കെ നിൽക്കാൻ പോയാൽ ഇയാള് ഈ കൊച്ചാള് തിരക്കിക്കൊണ്ടേയിരിക്കും. ഇക്ക എപ്പ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ എടുത്ത് വെക്കും. എൻ്റെ ഇക്ക വന്നിട്ട് ഞാൻ തിന്നോളാം എന്ന് പറഞ്ഞ് എടുത്ത് വെക്കും. ഒരു മിഠായി കിട്ടിയാലും അവൻ വന്നിട്ട് അവൻ്റെ കൂടെ ഇരുന്ന് തിന്നാമെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്ന് കൂടുതൽ കുട്ടികളുള്ളതാണ് ഇഷ്ടം. ഞങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അതാണ് ഇഷ്ടം. ഞങ്ങൾക്ക് പറഞ്ഞു. എനിക്കും ഒന്നിൽ കൂടുതൽ കുട്ടികളെയാണ് മാം ഇഷ്ടം. ഇപ്പം എന്റെ മൂത്ത കുട്ടിക്ക് 12 വയസ്സാകുന്നു. അപ്പം എനിക്കൊരു വയ്യാഴി ഉണ്ടെങ്കിൽ തന്നെ എന്റെ മോനൊന്ന് ചോറ് കൊടുക്കാനാണെങ്കിലും അവനൊന്ന് ഡ്രസ്സ് ചെയ്യിക്കാനാണെങ്കിലും എല്ലാം മോളാണ് നല്ല രീതിക്ക് നിൽക്കുന്നത്. നല്ലൊരു ഒരു ചേച്ചിയെ പോലെ അവളാണ് കൊണ്ട് നടക്കുന്നത്. ഇപ്പൊ അവൻ ഏതെങ്കിലും കുട്ടികളുമായിട്ടൊന്ന് പിണങ്ങിയാൽ തന്നെ ഇവള് കയറി ഇടപെടും. ഇവനെ ആരും ഒന്നും പറയാൻ അവള് സമ്മതിക്കത്തില്ല. അവര് തമ്മിൽ ഭയങ്കര ഇടിയായിരിക്കും. പക്ഷെ ഞാൻ പോലും അവനെ എന്തെങ്കിലും ചെയ്താൽ അന്നേരം അവള് കയറി ഇടപെടും. എന്തിനാ കുഞ്ഞിനെ ചെയ്യുന്നത്, കുഞ്ഞിനെ പറയുന്ന, അവളെ ചെയ്താലും അവൻ കയറി ഇടപെടും. ഇപ്പൊ ഞങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ സഹോദരങ്ങളും, എനിക്കതുകൊണ്ട് സഹോദരങ്ങൾ ഉള്ളത് തന്നെയാണ് ഇഷ്ടം. ഇനിയും ഉണ്ടെങ്കിൽ എനിക്ക് അത്രയും താല്പര്യമാ. നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ പോലും ഒന്ന് ഷെയർ ചെയ്യാൻ അവരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ തന്നെയാണ് ഇഷ്ടം മാം. ഓക്കെ ജ്യോതി പ്ലീസ്. എനിക്ക് പറയാനുള്ളത്, എന്റെ മോള്, ചെറിയ മോളും മൂത്ത മോളും തമ്മിൽ 9 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ടേ. അപ്പൊ ഈ മൂത്ത ആള് ഞങ്ങളിവിടെ പുതിയതായിട്ട് താമസിന് വന്നപ്പോഴത്തേക്കിനും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പിള്ളേര് രണ്ടും മൂന്നും പിള്ളേരുള്ള വീടുകളാണ്. അപ്പൊ അവര് തമ്മിൽ കളിക്കുമ്പോ ഇവള് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഇവക്ക് അവരിങ്ങോട്ടും വിടൂല. ചില സമയങ്ങളിലാണ്, വൈകുന്നേരങ്ങളിലാണ് എല്ലാരും പുറത്തിറങ്ങുന്നത്. അപ്പൊ ഇവളിങ്ങനെ നോക്കിയിരിക്കും. ഇവക്ക് അങ്ങോട്ട് പോകാൻ പറ്റാതെ കളിക്കാൻ അവരിങ്ങോട്ടും വരില്ല, ഗേറ്റ് ഒക്കെ അടച്ചിട്ടേക്കാണേ. അപ്പൊ അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഇവള് ഭയങ്കര അമ്പലത്തിലൊക്കെ പോയി ഭയങ്കര പ്രാർത്ഥനയും അങ്ങനെയാണ് ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങളും ആഗ്രഹിച്ച്. ഇപ്പൊന്ന് പറഞ്ഞാൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവള് ഭയങ്കര ഹാപ്പിയാണ്. അവൾക്ക് ചെറിയ കൊച്ചിന് ഇപ്പൊ 2 വയസ്സ് 2.5 വയസ്സേ ഉള്ളൂ. അവളുടെ കൂടെ കളിക്കാനായിട്ട് ഓടിയാണ് അവള് വരുന്നത്. രണ്ടും ഭയങ്കര സ്നേഹമാണ്. ആദ്യമൊക്കെ ഭയങ്കര വിഷമവും, ഇവക്ക് ഒന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ച് അവൾക്ക് ഒരു 2, 3, 4 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾക്ക് ഒന്നും ചെയ്യാനില്ല. വെറുതെ വന്നിങ്ങനെ മൂടിയിരിക്കും. വെറുതെ അപ്പൊ അവര് കളിക്കണ കുറേ നേരം പോയി നോക്കിയിരിക്കും. പിന്നെ അകത്ത് കയറും, പിന്നെയും പുറത്തിറങ്ങും, പിന്നെ അകത്ത് കയറും. വാതിലടയ്ക്കാൻ സമ്മതിക്കൂല ആള്. അന്ന് അവരെ ഇങ്ങനെ അപ്പുറത്തേക്ക് ഇപ്പുറത്ത് വൈകുന്നേരങ്ങളിലാണ് ആ കുട്ടികളെ പുറത്തിറക്കണത്. അന്നേരം പോയി കളിക്കും. പക്ഷെ പകൽ സമയങ്ങൾ അവര് വാതിൽ തുറക്കാനായിട്ട് ഇവളിങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി. അങ്ങനെയാണ് ഞങ്ങൾക്ക് രണ്ടാമത് ഇവളിങ്ങനെ സങ്കടപ്പെട്ട് അങ്ങനെയാണ് ഞങ്ങൾക്ക് രണ്ടാമത് കുഞ്ഞുവാവ ഉണ്ടാകണത്. അപ്പൊ ഇവക്ക് ഇപ്പൊ ഭയങ്കര, ഇപ്പൊ സ്കൂളിൽ നിന്ന് ഇപ്പൊ ഇവള് പുറത്തോട്ട് ഇറങ്ങൂല. വന്നു കഴിഞ്ഞാൽ ഭയങ്കര കളിയാണ് ചേച്ചിയും അനിയത്തിയും തമ്മില്. അപ്പൊ ഒരാളാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ദുഃഖങ്ങൾ ഷെയർ ചെയ്യാനും കളിക്കാനും ഒന്നും ഉണ്ടാവൂല. ഞങ്ങളും 3 പേരാണ്. ഇപ്പൊ നമുക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ നമ്മുടെ ചേച്ചീനെ വിളിക്കാനും, ഒരു ചേട്ടനാണുള്ളത്, ചേട്ടനെ വിളിക്കാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പൊ എന്റെ അഭിപ്രായത്തിലും 2, 3 കുട്ടികൾ വേണമെന്നാണ്. ഹലോ മാം. പറഞ്ഞ പോലെ എന്റെ മക്കള് തമ്മില് 6-7 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. മൂത്താക്ക് 6 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇളയാളും ഉണ്ടായത്. അപ്പൊ അതുവരെയും അവള് മാത്രമായിരുന്നു ഞങ്ങളെ ലോകം.
പക്ഷേ പുതിയ ആളും കൂടെ വന്നപ്പോൾ അവളെ സ്വഭാവത്തിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് പേരൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യത്തെ പ്രസവത്തിന് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ വേണ്ട, ഇനി ഒരാൾ മതി എന്നുള്ള ഒരു ചിന്തയിൽ അങ്ങ് പോവുകയായിരുന്നു. ഞങ്ങള് പ്രത്യേകം ആയപ്പോഴേ അടുത്തൊക്കെ ഉള്ള കുട്ടികൾ ഇതേപോലെ കളിക്കണ കാണുമ്പോൾ എനിക്കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കളിച്ചേനായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ്. അപ്പൊ കൊച്ചു വന്നതിന് ശേഷം സ്വഭാവത്തിൽ അങ്ങ് മാറ്റം വന്നു. പിന്നെ എന്റേത് ഞാൻ കൊടുക്കില്ല, എന്റേതാണ്. പിന്നെ എന്തോ പറയും, ഈ മഞ്ഞുരുവും കാലത്തില് ഞാൻ ഇപ്പൊ ജാനിക്കുട്ടിയായി എന്നൊക്കെ പറയുമായിരുന്നു മൂത്താണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരിതായിരുന്നു. പിന്നെ പിന്നെ കുഴപ്പമില്ല. ഇളയാൾക്ക് ഭയങ്കര കാര്യമാണ്, കാണാതിരുന്നാൽ അവൾക്ക് ഭയങ്കര വിഷമം. ഇവള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇത്തിരി സമാധാനമായി, ഇനി എനിക്ക് സ്വസ്ഥമായിട്ട് എന്ത് വേണമെങ്കിലും എടുത്തു വെച്ച് കളിക്കുക എടുക്കുക ചെയ്യാം. അല്ലെങ്കിൽ ഇവള് പോയി അതിന്റെ ഇടയിൽ പോയി ഉള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവമൊന്നുമില്ല. വാക്കേറ്റങ്ങൾ അങ്ങോട്ട് എന്റേതാണ് നിന്റേതല്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. ഏജിന്റെ ഡിഫറൻസ് കൊണ്ടായിരിക്കും കൂടുതൽ അടുത്തടുത്ത് ഉണ്ടാവുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 1-2 വയസ്സിന്റെ ഒക്കെ ഗ്യാപ്പ് ഉണ്ടാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. നല്ല ഏജ് ഗ്യാപ്പ്. ഇപ്പൊ 2-3 പേര് പറഞ്ഞതില് നല്ലൊരു ഏജ് ഗ്യാപ്പ് ഉണ്ട്. 12-9 വയസ്സൊക്കെ പറഞ്ഞു. അതും വേറൊരു രസം അല്ലേ? ഓക്കെ ഓക്കെ. കുറച്ച് പേര് ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണോ? അശ്വതി. എനിക്കും മോർ ദാൻ വൺ ചൈൽഡ് ആണ് താല്പര്യം. കാരണം എനിക്ക് 2 പിള്ളേരാണ്. ഒരാൾക്ക് 3 വയസ്സും 3 വയസ്സായിട്ടില്ല, ഫെബ്രുവരിയിലാവുള്ളൂ. രണ്ടാമത്തെ ആൾക്ക് 8 മാസമായിട്ടുള്ളൂ. അപ്പൊ എനിക്ക് 7-ാം മാസത്തില് പെയിൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതായിരുന്നു. 2 മാസത്തോളം ഞാൻ ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു. ആ സമയത്ത് മൂത്ത കൊച്ചിന് 2 വയസ്സായിട്ടില്ലെങ്കിലും അവളാണ് എനിക്കെല്ലാം ഭക്ഷണം പോലും എനിക്ക് അവള് വായിട്ട് തരുമായിരുന്നു. ഇപ്പോഴാണെങ്കിലും രണ്ടാമത്തെ കൊച്ചായപ്പോഴാണെങ്കിലും ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിലും മൂത്ത കൊച്ചാണ് അവളെ കളിപ്പിക്കണതല്ല, അവളുടെ ഒപ്പം ഇരുന്ന് കളിക്കും. അതുകൊണ്ട് എനിക്ക് മോർ ദാൻ വൺ ചൈൽഡ് ആണെന്നാണ് അഭിപ്രായം. ഓക്കെ. അപ്പൊ എല്ലാരും മോർ ദാൻ വൺ ചൈൽഡ് എന്നാണ് പറഞ്ഞത്. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? രഞ്ജിനി, സൽമ, പിന്നെ അബ്ദുൽ ഖാദർ ആരായിരുന്നു? ഞാൻ ഒരു പ്രാവശ്യം പേര് ചോദിച്ചതാ, ഞാൻ മറന്നുപോയി. നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്തു, എന്താ പറയാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണേ. ഓക്കെ. അപ്പൊ മോർ ദാൻ വൺ സൽമ, ഫാമിലിയിലെ സൽമയല്ലേ? നൂറിഷ. യെസ് പ്ലീസ്. ആരാ പറയുന്നത്? ആരാ പറയണേ? ഞാൻ പറഞ്ഞോട്ടെ മിസ്? രഞ്ജിനി, സൽമ ആരെങ്കിലും പറയൂ, എന്നിട്ട് ഓക്കെ നെക്സ്റ്റ് സൽമ പറയാം. രഞ്ജിനി പറയൂ പ്ലീസ്. സഹോദരങ്ങളുള്ളത് തന്നെയാണ് മിസ് എനിക്ക് ഇഷ്ടം. എനിക്ക് 2 കുട്ടികളാണ് ഉള്ളത്. എന്റെ കൊച്ചു 3 വയസ്സ് ആയപ്പിനെയാണ് രണ്ടാമത്തെ ആളുണ്ടായത്. അപ്പൊ അവൾക്ക് ശരിക്കും ചേട്ടന് 3 മക്കളുണ്ട്, ചേട്ടൻ ഹസ്ബൻഡ് ചേട്ടൻ. അപ്പൊ അവര് 3 പേരും നല്ല ഷെയറിങ്ങും ഇതൊക്കെ കണ്ട് വളർന്നത് കൊണ്ടും, പിന്നെ അല്ലാതെ ഞങ്ങള് 2 മക്കളേ ഉള്ളൂ. പക്ഷെ എന്നാലും കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോ കൊച്ചിന് ഈ ഗ്യാപ്പ് വന്നോണ്ട് 3 വയസ്സൊക്കെ ആയപ്പോ അവരോട് മിങ്കിൾ ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഇവൾക്ക്. അതുപോലെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാവരോടും സംസാരിക്കാനും ഇതിനൊക്കെ ഇത്തിരി ആക്റ്റീവ് അല്ല. ഇപ്പൊ സ്കൂളിലൊക്കെ പോയതിനു ശേഷമാണ് ചെറിയൊരു മാറ്റം. അപ്പൊ ഞാൻ വിചാരിക്കണം ഇത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കൊച്ചു ഇത്തിരി കൂടി നല്ല രീതിയിൽ അവര് പെട്ടെന്ന് മാറുകയും ചെയ്തു. ഞങ്ങള് കല്യാണം കഴിഞ്ഞ് എനിക്കൊരു കൊച്ചായപ്പോഴത്തേക്ക് അവര് മാറുകയും ചെയ്തു. അപ്പൊ അത് കൊച്ചിന് ഭയങ്കരമായിട്ട് ഇപ്പോഴും അവൾക്ക് അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഞാൻ പറയണത് എന്തായാലും കൂടപ്പുറപ്പുകൾ വേണം. പിന്നെ നമുക്കൊരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണെങ്കിലും നമ്മളൊന്ന് സഹായിക്കാനും ഒന്ന് കയറി വരാനും ഒരാള് നമുക്കുണ്ട്. നമ്മള് ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ഇപ്പൊ എന്റെ മക്കളാണെങ്കിലും, ഇപ്പൊ ഞങ്ങള് 2 മക്കളാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ചേട്ടൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് അവനൊരു ഇത്തിരി ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഞങ്ങള് തമ്മിലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേറൊരു കൂടപ്പുറപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം നമുക്ക് പലപ്പോഴും പല സിറ്റുവേഷൻസും വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായി പോവാണ്. അപ്പൊ ഞാൻ ചേച്ചിയോ അല്ലെങ്കിൽ അനിയത്തി ഉണ്ടായിരുന്നു, എനിക്ക് അവരോടെങ്കിലും എന്റെ വിഷമം ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നല്ല. എപ്പോഴും കൂടപ്പുറപ്പുള്ളത് തന്നെയാണ് നല്ലത്. ഇപ്പൊ മക്കളായാലും ഒരു ഭക്ഷണ സാധനമായാലും ഒരു വസ്ത്രമായാലും ഒരു കളിപ്പാട്ടായാലും അത് അവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ എനിക്ക് അനിയത്തിയുണ്ട്, അവർക്ക് ഒരു മിഠായി കിട്ടിയാലും എന്റെ കൊച്ചു ഇതിലൊക്കെ മാറ്റമുണ്ട്. പക്ഷെ എന്നാലും ഒരു മിഠായി കിട്ടിയാലും അനിയന് വേണ്ടി അത് മാറ്റി വെക്കാന്നൊക്കെ പറയണത് എനിക്ക് സന്തോഷം തോന്നാറുള്ള കാര്യം തന്നെയാണ്. പിന്നെ എത്രയൊക്കെ ആയാലും നമ്മൾക്ക് എപ്പോഴും എനിക്ക് 4 പിള്ളേരെങ്കിലും വേണമെന്നായിരുന്നു. പക്ഷെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം മക്കളെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എപ്പോഴും അവരെ വിദ്യാഭ്യാസം എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് പോകണമല്ലോ.
കുറച്ചുകൂടി ഇത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു ജോലിയൊക്കെ ആയി രണ്ടുപേർക്കും ജോലിയൊക്കെ ആയി കഴിഞ്ഞിട്ടാണെങ്കിലും പയ്യാണെങ്കിലും ഒരാളും കൂടി വേണമെന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ സാഹചര്യങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് നമുക്ക് എല്ലാം കൂടി നോക്കിയിട്ട് ഇനിയാണെങ്കിലും ഒരു കൊച്ചും കൂടി ആവണമെന്നൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാല് എപ്പോഴും കൂടപ്പുറപ്പുകളുള്ളത് തന്നെയാണ്, മക്കളുള്ളത് തന്നെയാണ് നല്ലത്. നമ്മളെ വീടായാലും എപ്പോഴും ഒരു അനക്കവും പിള്ളേരുള്ളപ്പോൾ തന്നെ നമുക്ക് പല ചിന്തകളും മാറിക്കിട്ടും നമ്മുടെ ബോറിങ്. അതുപോലെ കാരണന്മാർക്കായാലും മക്കളുള്ളത് നല്ലൊരു കാര്യം. വയസ്സായിരിക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ പിള്ളേരുണ്ടാവുമ്പോൾ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കും കുടുംബത്ത് ഒരു നല്ല ഇതുണ്ടാവും. പിന്നെ അവരുടെ കാരണന്മാരുടെ അടുത്തുനിന്ന് അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പിള്ളേർക്ക് കഥ പറഞ്ഞു കൊടുക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു റിലീഫാണ്. നമുക്ക് പിന്നെ ജോലിക്കൊക്കെ പോവുകയും ഇതൊക്കെ ആയിരിക്കുമല്ലോ. വീട്ടിൽ ഇപ്പം എല്ലാവരും തന്നെ ജോലി ചെയ്യുന്നവരാണല്ലോ രണ്ടുപേരും. പോകുമ്പോൾ ശരിക്കും അച്ഛനും അമ്മയും വീട്ടിലിരിക്കുമ്പോൾ പിള്ളേരുണ്ടെങ്കിൽ അവർക്കും ഒരു ആശ്വാസമാണ്. അവരോട് ഷെയർ ചെയ്യും കാര്യങ്ങളും ഒക്കെ ചെയ്യും. എൻ്റെ ഒരു അഭിപ്രായം ഇത് തന്നെയാണ്. ഓക്കെ ഫൈൻ. ഓക്കെ രഞ്ജിനി പറഞ്ഞ ഫീലിങ്സ് മനസ്സിലാക്കുന്നു. ഓക്കെ സൽമ പ്ലീസ്. മാം, എനിക്കും ഒന്നിൽ കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് 2 മക്കളാണ്. ഒരാൾക്ക് 4 വയസ്സും ഒരാൾക്ക് 2 വയസ്സും. രണ്ടുപേരും കൂടെ 2 വയസ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ. അന്നേരം ഏത് സമയം നോക്കി ആദ്യമേ ഓർക്കും കുഴപ്പമില്ല ഒരാള് ആദ്യമേയൊക്കെ എന്ന് പറഞ്ഞാൽ മൂത്താക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ പ്രസവിച്ച് കിടന്ന സമയത്തൊക്കെ ആക്ക് ഈ കുഞ്ഞിനെ നോക്കുന്നു, അവനെ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നോക്കിയ രണ്ടും കൂടെ ഇടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്നെടുത്ത് കഴിയുമ്പോൾ ഒന്നിപ്പിടുത്താം. പിന്നെ എന്തെങ്കിലും വയ്യാഴിക കാര്യം വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും നല്ല കെയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ എനിക്കെന്ന് പറയാൻ എനിക്കൊരു ബ്രദറാണ്. ആ ആളാണെങ്കിൽ സംസാരിക്കത്തുമില്ല, ചെവിയും കേൾക്കത്തില്ല. അങ്ങനെ അതിന്റെ സ്കൂളിലൊക്കെ ആയിരുന്നു. ഇപ്പം ബികോമിന് പഠിക്കുന്നു കോഴിക്കോട്. അങ്ങനെ എന്തെങ്കിലും വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ അങ്ങനെ കുറെ വിഷമിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം കുഴപ്പമില്ല. എനിക്ക് എൻ്റെ 2 സഹോദരങ്ങളെ പോലെ തന്നെയാണ് നൂരിഷായും ബിൻഷായും. എൻ്റെ എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ അവരോട് പറയും, ഷെയർ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ലൈഫ് എന്ന് വെച്ചാൽ. ഓക്കെ, സോ ഇനി ആരെങ്കിലും ഗ്ലാഡിസ് പറയാനാണോ? ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഗ്ലാഡിസ് പറയാനാണോ? അതെ മാം. മാം, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചൈൽഡിൽ കൂടുതൽ വേണം എന്നല്ല, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 കുട്ടികളിൽ കൂടുതൽ വേണമെന്ന് ഞാൻ പറയത്തുള്ളൂ എന്താണെങ്കിലും. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ 4 പെൺമക്കളായിരുന്നു. 4 പെൺമക്കളായിരുന്നു എന്നല്ല, 4 പെൺമക്കളാണ്. ഞങ്ങള് എന്റെ അമ്മ സെക്കൻഡ് മദർ ആണേ. അപ്പൊ എല്ലാരും പറയുമായിരുന്നു, നോക്കിക്കോ ആ കുഞ്ഞുങ്ങളുടെ കാര്യം കഷ്ടത്തിലായി, നോക്കിക്കേ. അപ്പം 2 അനിയത്തിമാരും കൂടെ വന്നു. അമ്മ ആദ്യത്തെ തവണ പ്രഗ്നന്റ് ആയപ്പോ തന്നെ എല്ലാരും പറയുമായിരുന്നു, നോക്കൊന്നുമില്ല, കണ്ടോ എങ്ങനെയാവുന്നു കണ്ടോ എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ എന്റെ 2 അനിയത്തിമാര് വന്നിട്ടുണ്ടല്ലോ മാം, അതെനിക്കൊരു എന്താ പറയാ, എന്റെ ചേച്ചിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അവരെനിക്ക് തരുന്ന, ഇപ്പൊ കൂടെ എനിക്ക് അവര് തരുന്ന ഒരു സപ്പോർട്ടും കെയറും, എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് ഷെയർ ചെയ്യാം. എനിക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അവര് സപ്പോർട്ടുണ്ട്. ഒരാള് പുറത്തു പോയേക്കുവാണ്. അപ്പൊ അവള് എല്ലാ ദിവസവും അവൾക്ക് വിളിക്കാൻ പറ്റില്ല. പക്ഷെ അവൾ എല്ലാ ആഴ്ചയും വിളിച്ചിട്ട്, ചേച്ചിക്ക് സുഖാണോ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, അനിയത്തിമാര് മക്കള്, മൂത്ത ആളെ കൂടുതൽ നോക്കിയത് അവളാണ്. എന്റെ മൂത്ത മകനെ നോക്കിയത്. അവൻ ADHD ആണ്. അപ്പം അവന്റെ കൂടുതലും കാര്യങ്ങൾ നോക്കിയേക്കുന്ന അവളാണ്. അവനെ മൊത്തം ജനിച്ച സമയം മുതലെന്ന് വേണമെങ്കിൽ പറയാം, അവനെ കംപ്ലീറ്റ് ടേക്ക് കെയർ ചെയ്തത്. അപ്പൊ എല്ലാരും ഇപ്പൊ പറയുന്നുണ്ട് അവരുടെ ഒരു അനുഗ്രഹമാണ് 2 അനിയത്തിമാര് വന്നത്. ശരിക്കും ഒരു അനുഗ്രഹമാണ്. ഇപ്പം എനിക്കിപ്പോ 2 ആൺമക്കളാണ്. അപ്പോ ഞാൻ പ്രസവം നിർത്തിയില്ല. അപ്പൊ എല്ലാരും പറയും, എന്താ പ്രസവം നിർത്താത്തെ, ഒരു പെങ്കൊച്ചും കൂടെ വേണമെന്ന് വിചാരിച്ചിട്ടാണോ? അപ്പൊ ഞാൻ എന്റെ ചേച്ചിയുടെ മകളെ എന്റെ കൂടെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ആൾക്കാര് പറയുന്നത്, ഇനിയിപ്പോ പെങ്കൊച്ചിന്റെ ആവശ്യമില്ലല്ലോ, നിനക്കൊരു പെങ്കൊച്ചിനെ കിട്ടിയല്ലോ, ചേച്ചി ഇവിടെ നാട്ടിലില്ലാത്തത് കൊണ്ടാ മോളെ കൂടെ നിർത്തിയേക്കുന്നത്. അപ്പം എന്റെ മൂത്ത ആൾക്ക് ADHD ആയതുകൊണ്ടും ഇദ്ദേഹത്തിന് മറ്റുള്ളവരുമായിട്ടൊരു എന്താ പറയാ, ക്ലാസ്സിൽ കുട്ടികളോടാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഇറിറ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, ഒന്ന് കളിയാക്കിയിട്ടുണ്ടെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. അവൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷം, അതായത് എന്റെ ചേച്ചിയുടെ മോള് വീട്ടിലേക്ക് വന്നതിന് ശേഷം അവനുണ്ടായ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ എന്താ പറയാ, എത്ര ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവത്തോട് നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല എന്ന് പറയില്ലേ. അവള് അവനേക്കാളും ചെറുതാ, പക്ഷെ
അവനെ നല്ല രീതിയിൽ അവള് ഹാൻഡിൽ ചെയ്യും. അതുപോലെ ഇപ്പം നേരത്തെ അവൻ അവളെ കണ്ണെടുത്താ കണ്ടിടായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ അവളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ അവളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവനെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ അമ്മേ വഴക്ക് പറഞ്ഞേ, എന്റെ ചേട്ടനെ വഴക്ക് പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വരും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു. ഇത് കണ്ടിട്ട് ചെറിയ ആൾ അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് നല്ല രീതിയിലാണ്. ഇപ്പൊ ഒരു കടയിൽ പോയി അവന് മാത്രമായിട്ട് ഒരു മിഠായി വാങ്ങിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഒരു കേക്ക് പീസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ പറയും ചേട്ടച്ചനും ചേച്ചിക്കും വാങ്ങിച്ചില്ല, ചേട്ടത്തിനും ചേച്ചിക്കും വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിക്കും. കുഞ്ഞുങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടല്ല 3 കൂടപ്പിറപ്പ് ഉണ്ടെങ്കിലും അത് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെ ചിലപ്പോ എന്റെ അമ്മ വളർത്തിയ ആ ഒരു സാഹചര്യം കൊണ്ടോ എന്തോ എങ്ങനെയാണെങ്കിലും അമ്മ ഞങ്ങൾക്ക് അങ്ങനെയാണ് കേട്ടോ എല്ലാ കാര്യം. ഇപ്പം വൈകുന്നേരം ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആണെങ്കിലും ചിലപ്പം ഇലയടയോ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പം ഞങ്ങൾക്കത് തരുമ്പോ അമ്മ കൃത്യമായിട്ട് ഒരു കുറ്റിയിലെ പുട്ടാണെങ്കിൽ പോലും അമ്മ കൃത്യമായിട്ട് അളന്ന് 4 പേർക്കും കൃത്യ അളവല്ലാതെ ഒരെണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടുതലോ കുറവോ അമ്മ ചെയ്തിട്ടില്ല. അത് കണ്ടാണ് ഞങ്ങൾ വളർന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തില് എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് അത് ഒരു കൂടുതലല്ലാന്നേ ഞാൻ പറയത്തുള്ളൂ. അതാണ് എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ഓക്കെ ഫൈൻ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞു. അത് പ്രാക്ടിക്കലി ചിന്തിക്കുവാണെങ്കിൽ ചില ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കുട്ടി മതി, ഇതിൽ കൂടുതൽ കുട്ടികളായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പഠിത്തം, അവരുടെ പിന്നെ കല്യാണം കഴിച്ചു വിടുന്നത്, പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വീടുണ്ടാക്കി വെക്കുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പാരന്റ്സ് അതിങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്ത പാരന്റ്സിനെയും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു കുട്ടി മതി എന്ന് പറഞ്ഞ് ചെയ്ത. ഞങ്ങൾ 3 പേരായിരുന്നു എന്ന് പറയാൻ കാരണം എന്റെ താഴെ എനിക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു. അവനൊരു 8 years ബാക്ക് ബ്രെയിൻ ട്യൂമർ വന്ന് മരിച്ചുപോയി. പിന്നെ എനിക്കൊരു ചേച്ചിയാണുള്ളത്. പക്ഷെ ഞങ്ങൾ 3 പേരും തമ്മിലുണ്ടായിരുന്ന ബോണ്ടിങ് അത് ഭയങ്കരമായിരുന്നു. കാരണം വഴക്കുകളോ ഒന്നുമില്ല, എന്തെങ്കിലും ചെറിയൊരു പിണക്കം എന്നല്ലാതെ അതിൽ കൂടുതൽ ഒരു ലെവലിലേക്ക് പോയിട്ടില്ല. ഷെയറിങ് അങ്ങനെ. പിന്നെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചത്. അവനില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ ചേച്ചി പാലക്കാടാണെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾക്ക് ഏത് സമയത്ത് വിളിക്കാം, വരും ഒക്കെ ചെയ്യാറുണ്ട്. എനിക്ക് 2 മക്കളാണുള്ളത്. 4 വയസ്സിന്റെ ഡിഫറൻസ് ആണ്. മോൾ മൂത്തത്, മോൻ താഴെ. അവരും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഇതുവരെയും ഞാൻ കാണുന്നുണ്ട് പല കാര്യങ്ങളിലും. പിന്നെ ഹസ്ബൻഡ് ഒറ്റ മോനാണ്. അതിന്റെ ഞാൻ നല്ല സ്ട്രെസ് അനുഭവിച്ചത് ഹസ്ബൻഡിന്റെ അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത്. ആ സമയത്ത് നല്ല ഓട്ടം, നല്ല പോലെ ഓടിയൊരു ടൈമാണ്. അന്ന് ഞാൻ ആഗ്രഹിച്ചു ഹസ്ബൻഡിന് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സപ്പോർട്ട് അല്ല, മെന്റൽ സപ്പോർട്ട് കിട്ടിയേനല്ലോ. അറ്റ്ലീസ്റ്റ് ഹോസ്പിറ്റലിൽ കുറച്ചു നേരം നിർത്തിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വരാമല്ലോ. അപ്പൊ ആ സമയത്ത് ഞാൻ നല്ല സ്ട്രഗിൾ ചെയ്തിരുന്നു. അപ്പൊ അതിങ്ങനെ ഓർക്കുമ്പോൾ ചില പാരന്റ്സ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു കുട്ടി മതി ഞങ്ങൾക്ക്, അവനെ നല്ല രീതിയിൽ നല്ല എഡ്യൂക്കേഷനും കൊടുത്ത് നല്ല രീതിയിൽ വളർത്താലോ, എല്ലാം അവന് തന്നെ പ്രൊവൈഡ് ചെയ്യാലോ എന്ന് പറഞ്ഞ് പാരന്റ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒറ്റ കുട്ടിയായി വളർന്ന സുഹൃത്തുക്കളുണ്ട്. അവരുടെ പ്രശ്നങ്ങള് ഹസ്ബൻഡ് ഒറ്റയാളായതുകൊണ്ട് എനിക്കത് നന്നായിട്ട് അറിയാം. അല്ലാതെ ഒറ്റ മക്കളായി വളരുന്ന ഫ്രണ്ട്സിന്റെ രീതികളും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ വാട്ട് എവർ ഇറ്റ് ബി, അത് ഓരോരുത്തരുടെ താല്പര്യം. ഒരു കുട്ടി വേണോ, 2 കുട്ടി വേണോ, 3 കുട്ടി വേണോ എന്നുള്ള താല്പര്യം. ഇനി കുട്ടി മുമ്പിൽ ആ ഒരു ജീവന്റെ തുടിപ്പ് വന്നിട്ട് വേണ്ട എന്ന് വിചാരിച്ച് അതിനെ കളയുന്നതിലേ ഉള്ളൂ എനിക്ക് പ്രശ്നം. എനിക്ക് തന്നെ ആരും അത് അക്സെപ്റ്റ് ചെയ്യില്ല. ഒരുവിധം മനസ്സുള്ള ആരും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ ചെയ്യരുത്. പ്രിക്വേഷൻസ് എടുക്കാം, അതിന് വേണ്ടുന്ന മറ്റു മാർഗങ്ങളൊക്കെ സ്വീകരിക്കാം. പ്രഗ്നന്റ് ആവാതിരിക്കാനുള്ളത് ആയിട്ട് വേണ്ടാന്ന് വെക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു സിന്നായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് വളരെ വലിയ തെറ്റാണ്. അങ്ങനെയുള്ളവരെ ശിക്ഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ശരിക്കും അതൊരു ഭ്രൂണഹത്യ എന്ന് പറയുന്നത് അതൊരു മർഡർ പോലെ തന്നെയല്ലേ, ഒരു ജീവനെ ഇല്ലാണ്ടാക്കുന്ന ഒരു ഇത്. അതേസമയം അത് ഏതെങ്കിലും രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതുപോലെ വയലന്റ് ആയ സമയത്ത് റേപ്പിലൂടെ അങ്ങനെ ഉണ്ടായി ആ വ്യക്തിയുടെ സമ്മതമില്ലാതെ അങ്ങനെ സംഭവിച്ചതാണെങ്കിൽ അതൊക്കെ നമ്മുടെ നിയമം പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോ അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യാതിരിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. കാരണം കുഞ്ഞുങ്ങൾ ഭൂമിയിലേക്ക് വരാനുള്ളവരാണ്. അവരെ ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ തെറ്റായ ഒരു നടപടി.
അപ്പൊ അതിലേക്ക് പോകാതെ ഒരു കുട്ടിയാണോ 2 കുട്ടിയോ 3 കുട്ടിയോ അതൊക്കെ നമ്മളുടെ ഇഷ്ടം. അപ്പൊ അത് ഈ ഒരു അവരുടെ റൈറ്റ്സ് തടസ്സം വരുന്ന ഒന്നും ചെയ്യരുതെന്നാണ്. ഓക്കെ, അപ്പം മെജോറിറ്റി ഗോസ് വിത്ത് മോർ ദാൻ 1 ചൈൽഡ്, മോർ ദാൻ 2 എന്ന് പറഞ്ഞവരും ഉണ്ട്. ഓക്കെ ഫൈൻ. എനിവേ നമ്മളുടെ മക്കളെല്ലാം സന്തോഷത്തോടു കൂടി വളരട്ടെ നമ്മളുടെ ഹാർമോണിയസ് ആയിട്ടുള്ള ഫാമിലിയിൽ. നിങ്ങൾ ഗ്രൂപ്പിൽ ബ്രീഫ് ചെയ്യുമ്പോൾ പറയുക, ക്ലാസിന്റെ സ്റ്റാർട്ടിങ് ഒരു ഡിസ്കഷൻ ആയിരുന്നു, ടോപ്പിക് ഇതാണെന്ന് പറയാം. ക്ലാസ് കാണുന്നവർക്ക് താല്പര്യമില്ലെങ്കിൽ 1/2 മണിക്കൂർ സ്കിപ്പ് ചെയ്തിട്ട് അവർ കണ്ടോട്ടെ കേട്ടോ. ഓക്കെ, നമ്മൾ ക്ലാസ് എവിടെ വരെയായി? ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറയുക? ഇത് നമ്മളുടെ കോഴ്സിന്റെ ഭാഗമാണ് കേട്ടോ. ഞാൻ ഒരു ദിവസം ഒരു ടോപ്പിക് വരുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മിക്കവാറും ഫാമിലി റിലേറ്റഡ്, ചൈൽഡ് റിലേറ്റഡ് ആയിരിക്കും. മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ ഇങ്ങനെ പോകുന്നു. ഡിബേറ്റ് ആണ് ശരിക്കും നടക്കുക നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഡിബേറ്റ്. അപ്പൊ ഡിബേറ്റ് നടക്കുമ്പോൾ ഈവൻ ദോ നമ്മള് അഗെയിൻസ്റ്റ് ആയിട്ട് ടോപ്പിക് ആണെങ്കിൽ പോലും നമുക്ക് 2 ടീമാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമിലുള്ളവര് അതിനെ സപ്പോർട്ട് ചെയ്തും മറ്റേ ടീമിലുള്ളവര് അതിനെ സപ്പോർട്ട് ചെയ്യാതെ ആ രീതിയിലാക്കാം. നമുക്ക് മനസ്സിൽ ചിലപ്പോൾ അതിനോട് താല്പര്യമായിരിക്കും, പക്ഷെ ടീമിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഡിബേറ്റ് ചെയ്യുന്നത്. ഷീൽഡ് പ്ലാറ്റ്ഫോമിൽ ഡിബേറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മോഡറേറ്ററെ ഒക്കെ സെറ്റ് ചെയ്ത് ചെയ്യണമെന്ന് ആരോ മൈക്ക് ഓൺ ചെയ്യുന്നതെന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു ഡിസ്കഷൻ, നിങ്ങളുടെ വ്യൂസ് ഒന്ന് ചോദിച്ചത്. പിന്നെ ഒരു നിങ്ങൾ അസൈൻമെന്റ് എഴുതുന്ന ബുക്കായാലും മതി, എന്തെങ്കിലും എഴുതുന്ന ബുക്കായാലും മതി, ഡേറ്റ് ഇട്ടിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. നമുക്ക് പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ആ ഒരു ദിവസം എന്തായിരുന്നു സംസാരിച്ചത്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് എന്തായിരുന്നു? മാം, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോ നമ്മള് ഇപ്പൊ പറഞ്ഞല്ലോ മോർ ദാൻ 1 ചൈൽഡ് ആണ് നല്ലതെന്ന്. അതിന് ഇപ്പൊ ഞാനും അതിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ ചില സമയത്ത് നമ്മൾ വിചാരിക്കാറുണ്ട് ഒരാള് മതി എന്നുള്ളത്. കാരണം ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് ഉള്ള അങ്കിളിനും ആന്റിക്ക് 4 മക്കളാണേ. പക്ഷെ അവര് ഇപ്പൊ ജീവിക്കുന്നത് അതായത് ഒരേ സ്ഥലത്ത് തന്നെയാണ്, പക്ഷെ വേറെ വേറെ വീട്ടിലായിട്ടാ. പക്ഷെ അവരുടെ ഒരു പെരുമാറ്റം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പെരുമാറ്റമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഓ എന്റെ ഹസ്ബൻഡിന് വേറെ കൂടപ്പിറപ്പുകളൊന്നും ഇല്ല. അപ്പൊ അതാണ് നല്ലത്. കാരണം ഇപ്പൊ നമ്മൾക്ക് തല്ലുകൂടാൻ വരില്ല, വഴി തർക്കത്തിന് വരില്ല, ഒന്നിനുമില്ല. ഇപ്പൊ അമ്മേനെ നോക്കണേ അപ്പനെ നോക്കണേന്റെ ചെലവിന്റെ കണക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തല്ലുകൂടാൻ ഒന്നും വരില്ല. പക്ഷെ അവിടെ ഇങ്ങനെ പല പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിചാരിക്കുമ്പോ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇല്ലേ 1 ചൈൽഡ് മതി, ഒരാളും മതി എന്ന് പറയും. എന്റെ ഒരു ആന്റിക്ക്, ഇവിടുത്തെ ഹസ്ബൻഡിന്റെ ആന്റിക്ക് ഒരു മകനാണുള്ളത്. അപ്പൊ ആന്റി എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, ഞങ്ങളുടെ സ്നേഹം പകുത്തു പോയിട്ടില്ല, നിങ്ങളുടെയൊക്കെ മക്കൾക്ക് സ്നേഹം പകുത്തു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയും. പക്ഷെ അവന് അതിൻ്റെതായിട്ടുള്ള ഒരു കുഴപ്പങ്ങളും ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ അപ്പൊ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ട്, എക്സെപ്ഷണൽ കേസസും ഉണ്ടെന്ന് ഞാൻ പറയാണ്. അപ്പൊ നമ്മൾ അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, തീർച്ചയായിട്ടും ചില പാരന്റ്സ് വിചാരിക്കാറുണ്ട് ഒരാള് മതി, അത് തന്നെ അധികമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ആന്റി എന്നോട് പറഞ്ഞു, ആ ആന്റിക്ക് പെട്ടെന്ന് കാലൊടിഞ്ഞു. അപ്പൊ പൈസയൊക്കെ ചെലവാക്കി വന്നപ്പോ അവരിങ്ങനെ പറയണ്ടായി, അവരുടെ മകൻ പറയണ്ടായി എന്ന് പറഞ്ഞു, എനിക്ക് ആരോടും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് വേറെ കൂടപ്പിറപ്പുകളൊന്നും ഇല്ലല്ലോ, ആരും തല്ലുകൂടാൻ വരില്ല, അതായത് നീ അമ്മക്ക് വേണ്ടി എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഇത്ര രൂപ ചെലവായി എന്നൊക്കെ പറയേണ്ട ഒരു ആവശ്യമില്ല, അപ്പൊ മമ്മിക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞപ്പോ ആ അമ്മയുടെ മുഖത്തൊരു സന്തോഷമാണ് ഞാൻ കണ്ടത് അന്നേരം. കാരണം അതെ വേറൊരു ഡിസ്പ്യൂട്ട് ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് മാം. സ്വത്തിന്റെ പേരിൽ വഴക്കുണ്ടാകുന്നു, അത് ഭയങ്കര വയലൻസിലേക്ക് പോകുന്നു, ചിലത് കൊലപാതകങ്ങളിലേക്ക് വരെ പോകുന്ന കേസസ് കേട്ടിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും സ്വത്ത് തർക്കം തമ്മിലുണ്ടായി. പിന്നെ പാരന്റ്സിനെ ഉപദ്രവിക്കുന്ന മക്കൾ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. 1 ഉണ്ടായാലും 9 ആയാലും നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ചില സിറ്റുവേഷൻസ് കേൾക്കുമ്പോൾ മക്കൾ ഉണ്ടാകുന്നതും മക്കളുള്ളതും മക്കളില്ലാത്തതും വേദന എന്ന് പറയുന്ന പോലെ ആ രീതിയിൽ പാരന്റ്സ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മക്കളെല്ലാം നല്ല രീതിയിൽ വളരട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്നത്. നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ന്യൂട്രിയൻസ് ഉണ്ട്. ഭക്ഷണം മാത്രമല്ല, ന്യൂട്രീഷ്യസ് ഫുഡ് മാത്രമല്ല, സ്നേഹം, കെയറിങ്, അഫെക്ഷൻ, ആ ഒരു രീതിയിൽ കുഞ്ഞുങ്ങളോട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ന്യൂട്രിയൻസ് ഉണ്ട്. അതും കൂടെ കിട്ടുമ്പോഴാണ് അവരുടെ ആ ഒരു, ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിലെല്ലാം കുട്ടികള് സെന്റില് പറഞ്ഞ നൈബറിന്റെ കേസ് അല്ലാത്ത ബാക്കി എല്ലാ കുട്ടികളെ പരസ്പരം സ്നേഹിക്കുന്ന കാര്യം പറഞ്ഞു. ഗ്ലാഡിസ് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ADHD കാര്യം. ഞാനൊരു മൂവി കണ്ടിരുന്നു, സർക്കിട്ട്. ആ മൂവിയിലൊരു സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഒരു മോനാണ്. ആ മോന് ADHD പ്രോബ്ലം ആണ്. അപ്പൊ പാരന്റ്സ് അവനെ പുറത്തേക്ക്, അവര് ഷാർജയിലാണ്. അപ്പൊ പാരന്റ്സ് 2 പേരും വർക്കിംഗ് ആണ്. അച്ഛൻ ബാങ്കില്, അമ്മ നേഴ്സാണ്.
പലപ്പോഴും കുട്ടിയെ റൂമിൽ അടച്ചിട്ടേക്കുക, സ്കൂളിൽ വിടാറില്ല. പക്ഷെ ടീച്ചർ എപ്പോഴും പറയും നിങ്ങൾ സ്കൂളിൽ വിടൂ, അവന്റെ കൂടെ ഒരു ഷാഡോ ടീച്ചറിനെ വെച്ചാൽ മതി, കാരണം അവനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ടീച്ചർ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ടും പാരന്റ്സ് അത് ചെയ്യുന്നില്ല. അവര് പുറത്ത് ഫംഗ്ഷന് സോഷ്യലൈസ് ചെയ്യിക്കുന്നില്ല കുട്ടിയെ കൊണ്ട്. കാരണം കുട്ടി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്, ADHD മറ്റു പ്രോബ്ലംസും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ കുട്ടീനെ റൂമിൽ അടച്ചിട്ടാണ് വളർത്തുന്നത്. അങ്ങനെ ഒരു ദിവസം അച്ഛൻ ജോലി കഴിഞ്ഞ് വരാൻ വൈകി, കുട്ടിയെ റൂമിൽ ലോക്ക് ചെയ്ത് വെച്ചേക്കാണല്ലോ. അമ്മ നൈറ്റിന് പോയി. അങ്ങനെ അച്ഛൻ വരുന്നവരെ ആ കുട്ടി ആ റൂമിൽ ഒറ്റയ്ക്കായിരിക്കും. അമ്മ നൈറ്റ് ഷിഫ്റ്റിന് പോകുമ്പോൾ കീ ഇങ്ങനെ ചെരുപ്പ് സ്റ്റാൻഡിലെ ഷൂവിനകത്ത് ഇടുന്നത് വേറൊരാൾ കണ്ടു. ആസിഫ് അലിയാണ് അതിലെ ക്യാരക്ടർ. സ്പോയിലർ ആവുന്നില്ല. അങ്ങനെ ആസിഫ് അലി സംഭവം ഈ വീടിനകത്ത് കയറുന്നതും ഈ കുട്ടിയെ കാണുന്നതും ആ കുട്ടിയും ആസിഫ് അലിയും കൂടെ ഒരുമിച്ച് പുറത്തേക്ക് പോകാനുള്ളൊരു സാഹചര്യം വരുന്നു. അങ്ങനെ അവൻ ഔട്ട്സൈഡ് കാണുക. അവൻ രാത്രി മൂണിനെയും സ്റ്റാറിനെയും കണ്ടിട്ട് അവന് ഭയങ്കര അതിശയം. അവൻ ആദ്യമായിട്ടാണ് ആകാശം കാണുന്നത്. കാരണം അവൻ അടച്ചിട്ടാണല്ലോ വളർന്നത്. അപ്പൊ അവനിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. ഇതിന്റെ അമ്മ പ്രഗ്നന്റ് ആണ് ആ സമയത്ത്. അപ്പൊ അവര് കൺഫ്യൂഷനിലാണ്. കാരണം ജോലി ഉണ്ടല്ലോ, ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ രണ്ടുപേരും വർക്ക് ചെയ്യണം. ഇവൻ ഇങ്ങനെ ഒരു കുട്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ആവുമെന്ന് പറഞ്ഞിട്ട് ഇവരിത് അബോർഷൻ ആകുന്നതിനെ പറ്റി ചിന്തിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അവർ ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇവര് പിന്നെ ആ ഒരു കുട്ടിയെ വേണ്ടാന്ന് വെച്ച ആ ഒരു തീരുമാനം അവർ തിരുത്തുന്നു. അങ്ങനെ ഈ കുട്ടി ഉണ്ടാവുമ്പോ ഇവന്റെ ഈ ADHD മൂലം ഉണ്ടാകുന്ന ആ ഒരു ഇഷ്യൂസിന് അതിന്റെ എഫക്റ്റ് കുറയുവാണ്. നല്ല രീതിയിൽ ആ കുട്ടിക്ക് ആ മാറ്റം വരുവാണ്. അതാണ് മൂവിയിൽ കാണുന്നത്. നമ്മളുടെ ഒരു ബാച്ചിലെ ഒരു ട്രെയിനി, ഇപ്പൊ അവര് കഴിയാറായി 10th ബാച്ച് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആ കുട്ടി BTech-ഉം M.Tech-ഉം കഴിഞ്ഞതാണ്. പക്ഷെ മോന് ADHD പ്രോബ്ലം ഉള്ളത് കാരണം ഇവന് ഒരു സാധാരണ പാരന്റ്സിനെ പോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു ഇവനോട് പെരുമാറിയിരുന്നത്. ഒരു ഭാഗത്ത് പിടിച്ചിരുത്തി അവനെ സ്കൂളിലെ വർക്കുകൾ, 7 വയസ്സെന്തോ മോനുണ്ട്, സ്കൂളിലെ വർക്കുകളൊക്കെ ചെയ്യിക്കും. അങ്ങനെ ഭയങ്കര രീതിയിലാണ് കുട്ടിയോട് പെരുമാറിയിരുന്നത്. പക്ഷെ അങ്ങനെ ഈ ഒരു കോഴ്സ് ചെയ്താൽ ഇവന്റെ കാര്യങ്ങൾ അത് മനസ്സിലാക്കി മോണ്ടിസോറി മെത്തേഡ്. അങ്ങനെ മോണ്ടിസോറി ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കുട്ടിയോടുള്ള അപ്രോച്ച് മാറുന്നത്. അപ്പോഴേക്കും അവന് ഭയങ്കര ഹാപ്പിയായി. കാരണം അവന് ഏറ്റവും ഇഷ്ടമുള്ളത് ഡ്രോയിങ് ആയിരുന്നു. അപ്പൊ കുട്ടിക്ക് ഡ്രോ ചെയ്യാനായിട്ടൊരു ഇടം കൊടുത്തു. അങ്ങനെ ഡ്രോയിങ് ചെയ്ത് അവന് സാറ്റിസ്ഫൈഡ് ആയി കഴിയുമ്പോൾ അവൻ പിന്നെ സ്കൂളിലെ വർക്കുകൾ ചെയ്യാനായിട്ട് താനേ വരുമായിരുന്നു. ഞാൻ ഈ കുട്ടി എന്നോട് ഈ മോന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് ഈ കുട്ടിയോട് പറയണമെന്നുണ്ട്, ഒരു കുട്ടിയും കൂടെ നമുക്ക് വേണം. ഹസ്ബൻഡ് ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുന്ന, വല്ലപ്പോഴല്ലേ ലീവിന് വരുള്ളൂ. അപ്പൊ ഒരു കുട്ടിയും കൂടെ ആയാൽ ഇവന് നല്ലതായിരിക്കും എന്ന് പറയണമെന്ന് പലതവണ എനിക്ക് മനസ്സിൽ തോന്നി. പക്ഷെ അതിനുള്ള അവസരം കിട്ടിയില്ല. ഇന്നലെ ആ കുട്ടിയുടെ വൈവയായിരുന്നു. വൈവയ്ക്ക് ഞാനായിരുന്നു. അപ്പൊ ഇങ്ങനെ സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു, മാം ഞാൻ 7 months pregnant ആണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം അത് അവനല്ല, ഇപ്പൊ ഗ്ലാഡിസ് പറഞ്ഞ പോലെ ആ മോനെ നോക്കുന്നത് ഒരു മോളാന്ന് പറഞ്ഞു. ചേച്ചിയുടെ മോളാണെങ്കിലും മോള് അവന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കും. അപ്പൊ ആ സോഷ്യലൈസ് ചെയ്യുന്നത് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നെ അത് ശരിയായി വരുന്നുണ്ട്. സോഷ്യലൈസേഷൻ, സോഷ്യൽ ഡെവലപ്മെന്റ് മോനിൽ മാറുവാണ്. അപ്പൊ ഞാൻ ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നേരിട്ട് കാണണം എന്നൊക്കെ അവർ ഭയങ്കര ആഗ്രഹിച്ചിരുന്നു. ഹസ്ബൻഡ് വരുമ്പോ വരണം, കോൺവെക്കേഷന് ടൈം കണക്കാക്കി ഹസ്ബൻഡ് വന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അതിന് യാത്ര ചെയ്യാൻ പറ്റാത്ത അതിന്റെ ഒരു സങ്കടം അറിയിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ അവര് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ലാസ്റ്റ് ക്ലാസ് എന്തായിരുന്നു? യെസ്, നമ്മൾ എവിടെയാ? പേഴ്സണൽ ഹൈജീൻ. പേഴ്സണൽ ഹൈജീൻ. ഓക്കെ, ഫൈൻ. നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു അത് ഫോളോ ചെയ്യുന്നതായിരിക്കും നമ്മുടെ മക്കള്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് ആയിട്ട് പറയട്ടെ. ഒരു കുട്ടിയാണെങ്കിലും 2 കുട്ടിയാണെങ്കിലും 3 കുട്ടിയാണെങ്കിലും അതിൽ കൂടുതലാണെങ്കിലും നിങ്ങൾ ഹാപ്പി ആയിട്ട് അവരെ നോക്കുക. അയ്യോ എനിക്കൊരു കുട്ടിയേ ഉള്ളൂ അങ്ങനെ ഓർക്കുക. അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. പിന്നെ മദർഹുഡ് എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് മക്കൾ ഉണ്ടായാൽ മാത്രം വരുന്നതല്ല. നമ്മളുടെ സ്ത്രീകൾക്ക്, ചില പുരുഷന്മാർക്കും ആ ഒരു ഫാദർഹുഡ് എന്ന പേര് പറയാമോ എന്ന് എനിക്കറിയില്ല, എന്നാലും ആ മാതൃത്വ ഭാവമുള്ള അച്ഛന്മാരും ഉണ്ട്. അതിന് നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചാലേ നമുക്ക് ഉണ്ടാവൂ എന്നുള്ളതല്ല. നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളിൽ അതുണ്ട്. സ്ത്രീകൾക്ക് കുറച്ചധികം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് അമ്മയാവണമെന്നൊന്നും ഇല്ല കേട്ടോ മദർഹുഡ് ഉണ്ടാവാൻ. എത്രയോ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, മക്കളില്ലാത്ത ടീച്ചേഴ്സ് ഇല്ലേ, എന്തൊരു സ്നേഹ കുട്ടികൾക്കും അവരോട്, അവർക്ക് കുട്ടികളോടും. അതും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അതുകൊണ്ട് അങ്ങനെ ഓർത്തും ആരും വിഷമിക്കണ്ട. നമ്മളുടെ ഓരോ റോളുണ്ട്, ആ റോള് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രം. ഓക്കെ, സോ
പേഴ്സണൽ ഹൈജീനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം. അപ്പൊ നമ്മൾ ഈ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ശരീരത്തിന്റെ ആരോഗ്യവും ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിന്റെ ആരോഗ്യവും ഇമ്പോർട്ടന്റ് ആണ്. കുഞ്ഞുങ്ങൾക്ക് അവർ ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടുന്ന ഭക്ഷണം എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് അല്ലെ. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം അവരുടെ ഫുഡ് ഐറ്റംസിൽ ഇതെല്ലാം ഉൾപ്പെടുത്തണം. അവർക്ക് കാൽസ്യം വേണം, അയൺ വേണം, പ്രോട്ടീൻസ് വേണം, വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലൊക്കെ നമ്മൾ അവരുടെ ഡയറ്റ് നോക്കി അവർക്ക് ആവശ്യമുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കും. അങ്ങനെ അവരുടെ ശരീരത്തിന്റെ ആരോഗ്യം അതുണ്ടെങ്കിലാണ് അവർക്ക് ആക്റ്റീവ് ആയിരിക്കാനും രോഗങ്ങളെ പ്രതിരോധിക്കാനും പറ്റുള്ളൂ. അപ്പൊ മനസ്സിന്റെ ആരോഗ്യത്തിന് നമുക്ക് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ന്യൂട്രിയൻസ് ഉണ്ട്. നമ്മളത് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം. ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവരെ സ്നേഹിക്കണം, അകമഴിഞ്ഞ് സ്നേഹിക്കണം. അവരുടെ റൈറ്റ്സ് ആണ് ടു ബി ലൗഡ് എന്നുള്ളത്. ഏതൊരു മനുഷ്യന്റെയും റൈറ്റ്സ് ആണ് സ്നേഹിക്കപ്പെടുക എന്നുള്ളത്. അത് കുഞ്ഞുങ്ങൾക്ക് ആവോളം കിട്ടണം. അവരുടെ വളർച്ചയ്ക്ക് അത് വളരെ അത്യാവശ്യമാണ്. അവരുടെ മാനസികാരോഗ്യം നമ്മൾ അവരുമായിട്ടൊരു ബോണ്ടിങ് ഉണ്ടാവുന്നത് അതിലൂടെയാണ്. അപ്പൊ ആ ഒരു സ്നേഹം, ഗ്ലാഡിസ് പറഞ്ഞ അമ്മ എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീൽ തോന്നി, വളരെയധികം റെസ്പെക്ട് തോന്നി അമ്മയോട്. ആ അമ്മയുടെ രീതികളിലെ എൻവയോൺമെന്റിൽ സറൗണ്ടിങ്സിലുള്ള ആളുകള് പല രീതിയിലും നെഗറ്റീവ് ആക്കാൻ നോക്കിയിട്ടും ആ അമ്മ നല്ല രീതിയിൽ തന്നെ മക്കളുടെ കാര്യങ്ങൾ നോക്കി അല്ലെ. ആ ഒരു വേർതിരിവ് ഒന്നും ഉണ്ടായില്ല, ഡിസ്ക്രിമിനേഷൻ ഉണ്ടായില്ല. അപ്പൊ ആ ഒരു രീതിയിൽ കുഞ്ഞുങ്ങളെ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് വാർമത്ത്, അഫെക്ഷൻ, ലവ്, അൺകണ്ടീഷണൽ ലവ്. അല്ലാതെ ഇവനെ കൂടുതൽ സ്നേഹിച്ചപ്പോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവൾ വഷളായി പോവും, അങ്ങനെ ഒരു ചിന്തയില്ല. അൺകണ്ടീഷണൽ ലവ് ആണ്. അവർക്ക് സ്നേഹിക്കപ്പെടാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരത് അതിന്റെ ചില എന്താ പറയുക ഒരു സിംറ്റംസ് പോലെയൊക്കെയുള്ള ചില ആക്ഷൻസ് ഒക്കെ അവരിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ നോട്ടം അവർ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ അവരെ ഒന്ന് ഹഗ് ചെയ്യണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും, നമ്മളൊന്ന് ഉമ്മ വയ്ക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അത് അവർ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ ദാറ്റ് വിൽ ഹെൽപ് ദം ടു ഗ്രോ. അവരുടെ നല്ലൊരു ഡെവലപ്മെന്റിന്, മനസ്സിന്റെ ഡെവലപ്മെന്റും എല്ലാം. ഓക്കെ, അപ്പൊ പേഴ്സണൽ ഹൈജീൻ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനൊന്ന് ഷെയർ ചെയ്യാട്ടോ. മാം അതില് ക്ലീൻ ബോഡി സ്കിൻ വരെ പറഞ്ഞായിരുന്നു. ആണോ? ക്ലീൻ ബോഡി സ്കിൻ വരെ പറഞ്ഞു അല്ലേ? സോ നമുക്ക് നെക്സ്റ്റ് 2 പോയിന്റ്സ് എത്ര ക്ലോത്തിങ് വരെയാണ് നെക്സ്റ്റ് 2 പോയിന്റ്സ്. അതായത് നീറ്റ്നെസ് ഓഫ് ഹെയർ, അതും ഇയേഴ്സ്, ഐസ്, ഇത് രണ്ടും കൂടെ ആരെങ്കിലും റീഡ് ചെയ്യാമോ? എന്നിട്ട് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു പ്ലീസ്. Neatness of hair, nails, fingers, and teeth. Those parts of our body should be maintained clean by washing, combing, cutting, and brushing whenever required. Ears, eyes, nose, and throats. Ears being one of the most important organs of the body should be cared for any effect or injury in the ear should be immediately brought the notice of a doctor. Ears should be washed regularly with clean water. In the same way, the nose and throats are also to be kept clean. Throats is joined with the nose, ears, and mouth. മുടി, നഖം, പല്ല് ഇവയെല്ലാം അത്യാവശ്യം അനുസരിച്ച് കഴുകുകയും ചീകി വൃത്തിയാക്കുകയും വെട്ടുകയും ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി പരിപാലിക്കുകയും ചെയ്യണം. പിന്നെ ചെവി, കണ്ണുകൾ, മൂക്ക്, തൊണ്ട എന്നിവ പ്രധാനപ്പെട്ട അവയവങ്ങൾ ശ്രദ്ധയോടെ പരിപാലിക്കണം. പിന്നെ കണ്ണുകൾ ശുദ്ധജലം കൊണ്ട് പതിവായി കഴുകുന്നതും നല്ലതാണ്. പിന്നെ
നോസ്, ഇയേഴ്സ്, മൗത്ത് എല്ലാം തോട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നവയാണ്. നമ്മൾക്ക് സ്കൂളിൽ നമ്മളിപ്പോ ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ചില കുട്ടികൾ ഈ നഖം വെട്ടാതെ നല്ല രീതിയിൽ മുടി ചെയ്യാതെ നഖത്തിന്റെ ഇടയിലൊക്കെ അഴുക്കും പല്ലൊന്നും ശരിക്കും അങ്ങനെ ഈ കുട്ടികൾക്ക് പറ്റുന്ന അവർ മധുരം കൂടുതൽ കഴിക്കും, നല്ല രീതിയിൽ വാ കഴുകില്ല, നല്ലപോലെ ബ്രഷ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പാരന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും വരാം. ഈ ഒരു പാർട്സ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു ബാച്ചിലെ 10th ബാച്ചിലെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ഫാത്തിമ സ്കൂളിലെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ അവിടെ ഒരു മോൻ ഒരു മൂലയിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. ബാക്കി കുട്ടികളും മിങ്കിൾ ചെയ്യുന്നില്ല, ടീച്ചേഴ്സും ഈ കുട്ടിയെ അധികം മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഒരു ടീച്ചറോട് ചോദിച്ചപ്പോഴാണ് ആ ടീച്ചർ പറഞ്ഞത് അവൻ ഒന്നും പറഞ്ഞാൽ ചെയ്യില്ല, അങ്ങനെ രീതിയിൽ പറഞ്ഞു. പക്ഷെ ഫാത്തിമയ്ക്ക് പതുക്കെ മനസ്സിലായി അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു. ഞാൻ പറയുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും അവിടെ ഒരു കാസ്റ്റിന്റെ ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു ആ സ്കൂൾ അതോറിറ്റീസ് കാണിച്ചത്. അത് ഇവനോട് ആരും വേണ്ടില്ല. ഒരു KG സെഷന്റെ ഒരു മോൻ എന്ന് പറയുമ്പോൾ എത്ര പ്രായം ഉണ്ടാവൂലേ, പാവം. അതിന് ഫ്രണ്ട്സ് ഇല്ല, ആരോടും മിണ്ടാനില്ല, അതൊരു മൂലയ്ക്ക് ഇരിക്കുക. ഫാത്തിമ ചെന്ന് ഈ മോനോട് ചിരിച്ചുകൊണ്ട് സംസാരിച്ചു. അപ്പോഴേക്കും അവനിങ്ങനെ മുഖം വേർത്ത് നോക്കി, അവൻ പതുക്കെ ഒന്ന് ചിരിച്ചു. കാരണം മേ ബി അവന്റെ അത്രയും ദിവസത്തെ ഇതിനിടയ്ക്ക് ആദ്യമായിട്ടായിരിക്കും ഒരാൾ വന്ന് അങ്ങനെ സംസാരിക്കുന്നത്. ഫാത്തിമ നോക്കിയപ്പോ കുട്ടിയുടെ കയ്യിൽ മുഴുവനും നഖം വളർന്ന് അതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ നിറയെ അഴുക്ക് പിടിച്ചിരിക്കുന്നു. ഫാത്തിമ ചോദിച്ചു, മോൻ എന്താ നഖം വെട്ടാത്തത്, നാളെ വരുമ്പോ നഖം വെട്ടിയിട്ട് വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു, അവനെ എഴുതി കാണിച്ചു, പടം വരച്ച് കാണിച്ചു. അമ്മയ്ക്കെപ്പോഴേക്കും അവന്റെ ആ മുഖത്ത് ഒരു തിളക്കം വന്നു, ഒരു ചിരിയായി ഫേസില്. ആ ചിരി കൊണ്ടുവരാൻ ഫാത്തിമ കുറച്ച് കഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ അവന്റെ അടുത്ത് ആരും മിണ്ടാറില്ല, ആരും ചിരിക്കാറില്ല, ഒന്നും സംസാരിക്കാനോ ഒന്നിനും വരാറില്ലല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞു. പിറ്റേ ദിവസം ഫാത്തിമ സ്കൂളിൽ ചെന്നപ്പോ ആദ്യം ഇവനെയാണ് അന്വേഷിച്ച് നോക്കിയത്. അപ്പൊ നോക്കുമ്പോ അവൻ വന്നിട്ടുണ്ട്. ഫാത്തിമയെ കണ്ട ഉടനെ നല്ലപോലെ ചിരിച്ചു. അപ്പൊ ഫാത്തിമ നോക്കിയപ്പോ അവൻ നഖം എല്ലാം വെട്ടി നല്ല നീറ്റായിട്ട് വന്നിരിക്കും. ഫാത്തിമയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ നമ്മുടെ ഒരു ട്രെയിനിങ് അങ്ങനെ പോയി ഒരു സ്കൂളില് ഒരു കുട്ടിയിൽ ഒരു മാറ്റം വന്നപ്പോ തന്നെ അതൊരു പ്രൗഡ് തന്നെയാണ്. അപ്പൊ ഞാൻ ഫാത്തിമയോട് പറയാൻ നല്ല പ്രൗഡ് ഫീൽ ചെയ്യാണ് ഫാത്തിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ. ഫാത്തിമ എപ്പോഴും പോകുന്നുണ്ട്. നമുക്കൊരു ലിമിറ്റഡ് ഡേയ്സ് ആയിരിക്കും ഒരു സ്കൂളിൽ കിട്ടുന്നത്, 10 days അല്ലെങ്കിൽ 15 days, 1 month ആയിരിക്കാം. പക്ഷെ ആ ഒരു ടൈം, നമ്മുടെ ആ ഓരോ ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്യുന്നത് കുട്ടികളിൽ നല്ലൊരു മാറ്റങ്ങൾ വരുത്താൻ, അല്ലെങ്കിൽ അത് കുട്ടികൾക്ക് വേണ്ടുന്നത് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അത് തന്നെയാണ് ആ ഒരു ടീച്ചിങ് പ്രാക്ടീസിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. കോഴ്സിന്റെ ഭാഗമായിട്ട് എങ്ങനെയെങ്കിലും 10 ദിവസം 15 ദിവസം തള്ളി നിൽക്കുക എന്നുള്ളതല്ല. ആ രീതിയിൽ ആരും പോയിട്ടില്ല കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും നമ്മളിപ്പോ മാറ്റങ്ങൾ വരികയാണല്ലോ, അപ്പൊ അത് ശ്രദ്ധിക്കുക. കുട്ടികൾ നല്ല രീതിയിൽ തന്നെ മുടി ചീകി നല്ലപോലെ ബ്രഷ് ചെയ്ത് നഖമൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ വരാൻ, അത് ഇവരെ നമുക്ക് ആ ശീലങ്ങൾ സ്കൂളിൽ നിന്നേ നമുക്ക് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റും. അത് അവരുടെ ഹാബിറ്റിന്റെ ഒരു ഭാഗമാകണം, ഗുഡ് ഹാബിറ്റ്സിന്റെ ഭാഗമാകണം. നമുക്കറിയാം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നുള്ളതൊക്കെ പറഞ്ഞു. കുഞ്ഞുങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, ചെറിയ ചെറിയ സാധനങ്ങൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മൂക്കിലിടാനും ചെവിയിലിടാനൊക്കെ നോക്കും. അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗൻസ് ആണ് നമ്മുടെ സെൻസസ് അല്ലെ. കണ്ണ്, ചെവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഷ്വൽ സെൻസ് കണ്ണ് വരും, ഓഡിറ്ററി സെൻസ് നമ്മുടെ കേൾവിയുടെ ഒരു സെൻസാണ്, കാഴ്ചയുടെ ഒരു സെൻസാണ് കണ്ണെന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം വളരെ രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. കണ്ണെപ്പോഴും വാഷ് ചെയ്തുകൊണ്ടിരിക്കണം, നല്ല ക്ലീൻ വാട്ടർ. കുട്ടികളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ നമ്മൾ പ്രായമാകും തോറും നമുക്ക് ഡീഹൈഡ്രേഷൻ നമ്മുടെ ബോഡിയിൽ ഇതാവൂലേ, മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടി. അപ്പൊ കണ്ണിനൊക്കെ ഭയങ്കര ഡ്രൈനെസ് ഒക്കെ വന്നിട്ട് നമ്മുടെ വിഷനും പ്രോബ്ലവും നമുക്ക് ഇറിറ്റേഷൻ ഒക്കെ വരാം. കുട്ടികൾ എപ്പോഴും കഴുകുക, പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കും എത്രയും പെട്ടെന്ന് അവര് ബോഡി വാഷ് ചെയ്യുക, അല്ലെങ്കിൽ കൈകാലം മുഖമെങ്കിലും നല്ല രീതിയിൽ കഴുകണം. അതുപോലെ തന്നെ നോസും ത്രോട്ടും അതും നല്ല ക്ലീൻ ആയിട്ട് തന്നെ വെക്കണം എന്നാണ് പറയുന്നത്. മൂക്കൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യും നമ്മൾ വിചാരിക്കേണ്ട പോലെ. ഞാന് എന്റെ ചേച്ചിക്ക് മോളുണ്ടായ സമയത്ത്, ചേച്ചിയും ചേട്ടനും നഴ്സുമാരാണ് രണ്ടുപേരും. മോളുണ്ടായ സമയത്ത് ചേട്ടൻ കാണിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. മോളെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ഇയർബഡ് വെച്ചിട്ട് മൂക്കിന്റെ ഈ സൈഡൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കും. ചെവിയുടെ ഇങ്ങനെ ചെവിയുടെ ഉള്ളിലുണ്ടല്ലോ, ചെവിയുടെ ബാക്കിലും
ചെവിയുടെ ഈ ഒരു ലൈൻ പോലുള്ള ഭാഗമല്ലോ, അവിടെയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് ഞാൻ ഭയങ്കര അതിശയത്തോടുകൂടെ നോക്കി നിന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് മോളുണ്ടായിരുന്നപ്പോഴും ഞാൻ ഇതേപോലെ തന്നെ. അപ്പോഴെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയില്ല, ഇയർബഡ് ഒന്നും എടുത്തവർ ഇട്ട് കുത്തുന്ന സമയമല്ല, മന്ത്സ്, 1 മാസം 2 മാസം 3 മാസം ആ സമയമൊക്കെ ആകുമ്പോ ഇച്ചിരി വലുതാകുമ്പോൾ നമ്മള് കുഞ്ഞു കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഹാർഷായിട്ട് കുളിപ്പിക്കാൻ പറ്റില്ല അല്ലെ, മുട്ടത്തി അവരെ സോഫ്റ്റ് ആയിട്ടേ കുളിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ കുറച്ചും കൂടെ വലുതാകുമ്പോൾ പിന്നെ ആ കുളിപ്പിക്കുന്നത് നമുക്ക് അവര് നിന്ന് തരും, അങ്ങനെ ഇങ്ങനെയൊക്കെ കുളിപ്പിക്കാലോ. ആ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നോസും ത്രോട്ടും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യണം. ത്രോട്ട് ഇതെല്ലാം കണക്റ്റഡ് ആണല്ലേ, നമ്മൾ ENT ഡോക്ടറെ കാണുന്നത്, എന്തെങ്കിലും ഒരെണ്ണത്തിന് പ്രശ്നം വന്നാൽ നമ്മൾ കാണുന്നത് ENT ഡോക്ടറെ. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് 2 പോയിന്റ്സ് കൂടി ഉണ്ട്. അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചാപ്റ്റർ കഴിയുവാണ്. യെസ്, ആ 2 പോയിന്റ്സ് കൂടെ വായിച്ചു പ്ലീസ്. Clothing. One puts on different types of clothes according to various seasons, so should be clean and neat. The undergarments which are close to the body should also be kept clean and tidy. നമ്മൾ എപ്പോഴും നമ്മുടെ സീസൺ അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കണം. അത് എപ്പോഴും ക്ലീനും നീറ്റും ആയിരിക്കണം. അണ്ടർഗാർമെന്റ്സ് ആണ് നമ്മുടെ ബോഡിയോട് ഏറ്റവും ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഡ്രസ്സ്. അത് എപ്പോഴും അത് ക്ലീൻ ആയിരിക്കണം. വൃത്തിയുള്ളതും ഇതായിട്ടുള്ള വസ്ത്രമേ ധരിക്കാവുള്ളൂ. Habit of using handkerchief. We have to develop the habit of using handkerchief in children. They can use it while using their sneezing, coughing, yawning, etc. Health education helps a person to keep his body healthy and keep himself free from illness. The health of each individual is very required to build a healthy community. നമ്മൾ കുട്ടികളെ ഹാൻകർച്ചീഫ് ഉപയോഗിക്കുന്നത് എപ്പോഴും അവരെ ശീലിപ്പിക്കണം. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വായിക്കോട്ട് ഇങ്ങനെ ഇത് ആക്കുമ്പോഴത്തേക്കൊക്കെ കർച്ചീഫ് ഉപയോഗിക്കുക. ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ നമ്മൾ അവർക്കൊരു അറിവ് കൊടുക്കണം. അത് രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാനായിട്ട് സഹായിക്കും. അതായത് ഒരു ഈ ഹെൽത്തി കമ്മ്യൂണിറ്റി ഉണ്ടാകണമെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വലും അത്യാവശ്യമാണ്. ഓക്കെ, സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. സ്നീസിങ്, കഫിങ്, യോണിങ്, YAWNING, N ഉണ്ട്, W കഴിഞ്ഞിട്ട്. ഓക്കെ, ക്ലോത്തിങ്. നമ്മുടെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് എപ്പോഴും നല്ല നാച്ചുറൽ ഫൈബേഴ്സ് ആയിട്ടുള്ള ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബ്രീത്തബിൾ ആയിട്ടുള്ളത് കോട്ടൺ. കാരണം ഏതൊരു ക്ലൈമറ്റിലും നമുക്കൊരു ചൂട് ഉണ്ടല്ലേ, മഴ നല്ലപോലെ പെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു തണുപ്പ്. ഈവൻ ദോ ഇച്ചിരി ഒരു വിന്റർ സമയത്താണെങ്കിലും നമുക്ക് പകല് നല്ല ചൂടാണ്, ഒരു ചെറിയൊരു കൂളിംഗ് തോന്നുന്നല്ലാതെ നമുക്കങ്ങനെ വിന്റർ ക്ലോത്ത്സ് ഇടേണ്ടതായിട്ടുള്ള തണുപ്പൊന്നും നമ്മുടെ ഇവിടെ ഇല്ല. ഇടുക്കി, വയനാടൊക്കെ ഡിഫറെന്റ്, ഹൈ റേഞ്ച് ആണ്. ഓക്കെ, അപ്പം ക്ലോത്തിങ് വളരെ നീറ്റും ക്ലീനും ആയിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു പാകത്തിനായിരിക്കണം, ലൂസ് ആയിരിക്കരുത്, ടൈറ്റ് ആയിരിക്കരുത്. പലപ്പോഴും കാണുന്ന ഒരു ഇത് ഈ ചെറിയ കുട്ടികൾക്ക് വലിയ കുട്ടികളുടെ ഡ്രസ്സ് അവരിടിക്കും. ചിലപ്പോൾ അത് പാകമായിരിക്കും, പാകമാണെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ പാകമല്ലാത്ത അവസ്ഥ വരാറുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ക്ലാസ്സിൽ അല്ലേ, ഒരു കുട്ടി ഇതുപോലെ തന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ ഷെയർ ചെയ്തൊരു കാര്യം പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒക്കെ കുട്ടികളെ നമുക്ക് കാണുവാണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഇന്റർവെൻഷൻ ചെയ്യാം. കാരണം കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നല്ല നീറ്റ്, ക്ലീൻ, അവരുടെ അളവിനുള്ള ഡ്രസ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യണം. അവർ വലുതാവണമെന്ന് പറഞ്ഞിട്ട് വലിയ ലൂസ് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് കാര്യമുണ്ടോ? അവരിട്ട് കാണുമ്പോൾ തന്നെ ആ ഒരു ഭംഗി നമുക്ക് തോന്നണമെങ്കിൽ അവരുടെ അളവിന് അവർക്ക് പറ്റുന്ന ഡ്രസ്സല്ലേ. നെക്സ്റ്റ്, ഹാൻഡ്കർച്ചീഫ് യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ സ്പേസിലെല്ലാം ജേംസ്, അണുക്കൾ വന്നിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അവർക്കൊരു വീടാണത്. അതുകൊണ്ട് നമ്മളുടെ മൗത്ത്, ഈ ജേംസ് പെട്ടെന്ന് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന ഒരു ഓപ്പൺ സ്പേസ് ആണ്. അത് എപ്പോഴും നമ്മൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും നമ്മൾ ഹാൻഡ്കർച്ചീഫ് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്ത് വെക്കണം. അത് മറ്റുള്ളവർക്ക് അതിന്റെ മേത്തേക്ക് ആകാതിരിക്കാനും ഇൻഫെക്ഷൻസ് ആകാതിരിക്കാനും വേണ്ടിയിട്ടും കൂടിയാണ്. നമ്മൾക്ക് കൂടുതൽ ഇൻഫെക്ഷൻ ആവാതിരിക്കാനുമാണ്. പിന്നെ കൂട്ടുവായിടുമ്പോഴും നമ്മൾ അതൊക്കെ ഒന്ന് മറച്ചു വെക്കും അല്ലെ, കാരണം ഓപ്പൺ ആയി കഴിയുമ്പോൾ അകത്തേക്ക് ഇത് കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഇത് ഫസ്റ്റ് യൂണിറ്റ് ഞാൻ തന്നെയാണോ നിങ്ങൾക്ക് എടുത്തത്? ഫസ്റ്റ് യൂണിറ്റ് ഞാനല്ല, ഞാനിതാണ് സ്റ്റാർട്ട് ചെയ്ത. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് യൂണിറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാന്നുള്ളത് മോസ്റ്റ് പ്രോബബ്ലി 6th യൂണിറ്റ് ആയിരിക്കും. നമ്മളിപ്പോ ശരീരത്തിന്റെ ആരോഗ്യം, ഹൈജീനും അല്ലേ പഠിച്ചത്. ഇനി നമ്മൾ മനസ്സിന്റെ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, അതാണ് അതിലേക്കാണ് വരുന്നത്.
ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? യെസ് മാം. ഞങ്ങൾക്ക് ഇത്രയും നന്നായിട്ട് ക്ലാസ് എടുത്തു തന്ന ജിഷ മിസ്സിനും അതുപോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും താങ്ക്സ്. ഓക്കെ, ബൈ. താങ്ക് യു മാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. ഓക്കെ. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മാമിനെ കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? എന്റെ നമ്പർ ഞങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ ആരുടെയും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ലായിരുന്നു. നമ്മൾ ആക്ച്വലി ടീച്ചേഴ്സിന്റെ കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ ജയദേവ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ നമ്പർ ഞാൻ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യും. വേറെ ഒന്നും കൊണ്ടല്ല സാർ അങ്ങനെ പറഞ്ഞത്, ഒരു പേഴ്സണൽ ടൈമിന് ബുദ്ധിമുട്ടുണ്ടാകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ആരെങ്കിലും വിളിക്കുമ്പോൾ അങ്ങനെ പേഴ്സണൽ ടൈം ഡിസ്റ്റർബ് ചെയ്യാറില്ലല്ലോ. അത് ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കും. പിന്നെ ഞാൻ ആ സമയത്ത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്, പറ്റുന്ന സമയത്ത് ഞാൻ എടുത്തില്ലെങ്കിൽ എനിക്ക് അപ്പൊ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം. അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴാണെങ്കിലും റെസ്പോണ്ട് ചെയ്യാറുണ്ട്. കുറെ ബാച്ചല്ലേ, എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ ഓരോ വിശേഷം പറയാനും, പോയ ബാച്ച് ഇടും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ നമ്പർ ഞാൻ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുവാണ്. ക്ലാസ് എൻഡ് ചെയ്ത നമ്പർ അങ്ങ് പോകും. അപ്പൊ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കിട്ടുന്നവരൊന്ന് ഷെയർ ചെയ്ത് വെച്ചോളൂ ഗ്രൂപ്പില്. അത് തന്നെയാണ് എന്റെ വാട്സപ്പ് നമ്പർ. എനിക്ക് ആകെ ഒരു നമ്പറേ ഉള്ളൂ, കോൾ ചെയ്യുന്നതും വാട്സപ്പ് ഇത് രണ്ടും എനിക്കുള്ളൂ കേട്ടോ. വേറെ ഇൻസ്റ്റഗ്രാം, FB അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. FB ഉണ്ട്, യൂസ് ചെയ്യാറില്ല കുറെ വർഷങ്ങളായി, സമയമില്ല. ഓക്കെ മാം, താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു മാം.